ഞങ്ങൾ ഇത് സംബന്ധിച്ച് ആലോചിച്ചത് വളരെ ഗൗരവപൂർവം ജനങ്ങളിലേക്ക് പോകണം എന്ന് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ പരാജയം അതിനിടയാക്കിയിട്ടുള്ള ഇത്തരത്തിലുള്ള ദാർശനിക കാഴ്ചപ്പാടുകൾ, വർഗീയവൽക്കരണത്തിന് ഉതകുന്ന നിലയിലുള്ള നിലപാടുകൾ എല്ലാം കണ്ടുകൊണ്ട് നല്ല ജാഗ്രതയോടെ ഗൗരവപൂർവം ജനങ്ങളെ സമീപിക്കാനും ജനങ്ങളിലുണ്ടായിട്ടുള്ള ഈ തെറ്റിദ്ധാരണ, അന്ധവിശ്വാസ ജടിലമായ ഒരുപാട് കാര്യങ്ങൾ, തെറ്റായ സമീപനങ്ങൾ, നിലപാടുകൾ, ഇതിനെല്ലാം തിരുത്തി മുമ്പോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. തുഷാർ വെള്ളാപ്പള്ളി BDJS-ൻ്റെ രൂപീകരണത്തോടുകൂടി BJP ആസൂത്രിതമായിട്ട് പ്ലാൻ ചെയ്ത SNDP വിഭാഗം എല്ലാ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെല്ലാം ഉൾച്ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. അതിൽ വർഗീയവൽക്കരണത്തിലേക്ക് നീങ്ങുന്ന ഒരു വിഭാഗം BJPക്ക് വേണ്ടി സജീവമായി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ കഴിയുന്ന വസ്തുത. നമസ്കാരം, ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിയ CPM സംസ്ഥാന സമിതിയുടെ യോഗത്തിന് ശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ കേരള സമൂഹത്തിന് മുൻപാകെ അവതരിപ്പിച്ച ഗൗരവതരമായ ചില വിഷയങ്ങളുണ്ട്. അതിലൊന്ന് BJP കേരളത്തിൽ കടന്നുകൂടിയ സാഹചര്യത്തെ പറ്റിയാണ്. സ്വത്വരാഷ്ട്രീയത്തെ RSS ഉപയോഗപ്പെടുത്തിയതിനെ പറ്റിയാണ്. മതരാഷ്ട്രത്തിൻ്റെ വക്താക്കൾക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്താനായതിനെ പറ്റിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ അവലോകനമായി മാത്രം ഇക്കാര്യങ്ങളെ കാണാനാകില്ല. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഓരോ രാഷ്ട്രീയ പാർട്ടിയും കേരള സമൂഹത്തോട് ഉത്തരം പറയേണ്ട ചില ചോദ്യങ്ങൾ കൂടിയാണ്. ഈ വിഷയങ്ങളിൽ ആഴത്തിൽ പരിശോധന നടത്തുകയും തിരുത്തേണ്ടവ തിരുത്തി മുന്നോട്ട് പോവുകയും ചെയ്യുമെന്ന് CPIM വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. CPM എന്ന പാർട്ടി എടുക്കുന്ന നിലപാടുകൾ കൂടുതൽ വിമർശന വിധേയമാകുന്നത് അത് ജനജീവിതത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് കൊണ്ട് കൂടിയാണ്. ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുന്നത് ഈ വിഷയങ്ങളാണ്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് CPIM നേതാവും MLA-യുമായ PP ചിത്തരഞ്ജൻ, കോൺഗ്രസ് നേതാവ് PM നിയാസ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ M ജയചന്ദ്രൻ എന്നിവരാണ്. ശ്രീ PP ചിത്തരഞ്ജൻ, ഒരുപക്ഷെ പാർട്ടി പരാജയപ്പെട്ട പല ഘട്ടങ്ങളിലുമൊക്കെ ചില ശ്രീനിവാസൻ സിനിമകളിലെ അരാഷ്ട്രീയ ചോദ്യങ്ങൾ, നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്ന ചില ചോദ്യങ്ങൾ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നവരും പാർട്ടിക്ക് പുറത്തുള്ളവരും ചോദിക്കുകയും ആത്മനിർവൃതി അടയുകയും ചെയ്യുന്നത് നമ്മൾ പല ഘട്ടങ്ങളിലും കണ്ടിട്ടുള്ളതുമാണ്. പക്ഷേ ഇവിടെ ഇന്ന് CPIM അതിൻ്റെ സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഒപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷവും വളരെ കൃത്യമായ ചില വിലയിരുത്തലുകൾ നടത്തുകയും ആ പരാജയത്തിൻ്റെ കാരണങ്ങൾ വിലയിരുത്തുകയും അതിൽ ഏതൊക്കെ ഘടകങ്ങളാണ് വലിയ തരത്തിലുള്ള പരാജയത്തിലേക്ക് നയിച്ചതെന്നും വിലയിരുത്തുകയും ചെയ്തു. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടിയത്, കാലങ്ങളായി മതനിരപേക്ഷ നിലപാട് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഈഴവ സമുദായം, അതിൽ തന്നെ SNDP BDJS-മായി ചേർന്ന് BJP നടത്തിയ ഒരു SNDP-യിലേക്കുള്ളൊരു കടന്നുകയറ്റം, ഇതെല്ലാം കൃത്യമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അത് വലിയ തരത്തിലുള്ള ഒരു പിന്തുണ CPM-ന് ആ ഭാഗത്ത് നിന്ന് കിട്ടാതിരിക്കുകയും ചെയ്ത കാര്യമാണ് ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. ഒരു ജാഗ്രതക്കുറവ്, ഇത്തരത്തിൽ BDJS-യിലൂടെ BJP കടന്നു വരാൻ നടത്തിയ ആ നീക്കത്തെ തിരിച്ചറിയുന്നതിലൊരു ജാഗ്രതക്കുറവ് ഉണ്ടായിട്ടുണ്ടോ? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തെ അതീവ ഗൗരവമായി തന്നെയാണ് CPM വിലയിരുത്തുന്നത്. പാർട്ടി പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ തിരിച്ചടി ഉണ്ടായി. ഈ തിരിച്ചടിയെക്കുറിച്ച് വസ്തുനിഷ്ഠമായി പരിശോധിച്ചുകൊണ്ട് എവിടെയാണോ പാളിച്ച പറ്റിയിട്ടുള്ളത് അത് തിരുത്തുവാനും ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനും എല്ലാ കാലത്തും പാർട്ടി അതിനാണ് പരിശ്രമിച്ചിട്ടുള്ളത്. ഇത്തവണ അത് കുറേ കൂടി ഗൗരവത്തിൽ ആഴത്തിൽ തന്നെയുള്ള പരിശോധന നടത്തിയിട്ടുണ്ട്. കാരണം കേരളീയ സമൂഹത്തിൽ
ഇന്ന് കാണുന്ന നിലയിലേക്കുള്ള സാമൂഹ്യ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണ് ഇടതുപക്ഷം. ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഫലപ്രദമായ ശക്തമായ ഇടപെടലിൻ്റെ എല്ലാം ഫലമായിട്ടാണ് നമ്മുടെ സമൂഹത്തിലെ അധസ്ഥിതരും അതുപോലെ തന്നെ പീഡിതരും ഒക്കെ ആയിരുന്ന നമ്മുടെ നാട്ടിലെ ജനവിഭാഗങ്ങൾക്ക്, ദുർബല ജനവിഭാഗങ്ങൾക്ക് ഇന്ന് കാണുന്ന നിലയിലേക്കുള്ള വളർച്ചയിലേക്ക് കടക്കാനൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഈ പാർട്ടിയും സി പി എം നയിക്കുന്ന മുന്നണിയും കാലങ്ങളായി ലഭിച്ചുകൊണ്ടിരുന്ന ചില വോട്ടുകളിൽ വന്നിട്ടുള്ള ചോർച്ച അത് കൃത്യമായി തൊട്ട് പരിശോധിച്ച് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ കേരളത്തിൽ 18 സീറ്റ് UDF നേടി. UDF 18 സീറ്റ് നേടിയപ്പോൾ ഒരു സീറ്റ് BJP നേടി എന്നുള്ളതാണ് ഞങ്ങൾ ഗൗരവമായി കാണുന്ന വസ്തുത. കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കൊരു സീറ്റേ ഉള്ളൂ. UDFന് 19 സീറ്റുണ്ടായിരുന്നു. പക്ഷേ അന്ന് ഞങ്ങൾ ഇത്ര ഗൗരവമായ പരിശോധനയോ ഈ നിലയിലേക്ക് വരാൻ പോകുന്നൊരു ഭവിഷ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയോ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായില്ല. എന്തുകൊണ്ട്? ദേശീയ രാഷ്ട്രീയം കേരളത്തിലെ ജനങ്ങളെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും 2 നിലയിൽ തന്നെയാണ് അവർ വിലയിരുത്താറുള്ളത്. 2004 ഇടതുപക്ഷത്തിന് ഏറ്റവും വലിയ വിജയമുണ്ടായത്. 18 സീറ്റ് അന്ന് ഇടതുപക്ഷത്തിന് നേടുവാൻ കഴിഞ്ഞു. അന്ന് മുസ്ലിം ലീഗിൻ്റെ അഹമ്മദ് സാഹിബ് മാത്രമാണ് UDFൻ്റെ പക്ഷത്ത് നിന്ന് ജയിച്ചത്. PC തോമസ് അന്ന് അദ്ദേഹവും വിജയിക്കുകയുണ്ടായി. പക്ഷെ ആ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ CPMന് ഇത്രയും വലിയ ഒരു വിജയം നേടിയപ്പോഴും കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന അന്ന് UDF ആണ്. ഇത് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിച്ചിട്ടുണ്ട്. ഏതാണ്ട് 40 വർഷക്കാലത്തിനുള്ളിൽ നടന്നിട്ടുള്ള 10-11 തെരഞ്ഞെടുപ്പെടുത്താൽ 9 തെരഞ്ഞെടുപ്പിലും വളരെ വ്യക്തമായി UDF കോൺഗ്രസ് നയിക്കുന്ന മുന്നണിക്ക് തന്നെയാണ് ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളത്. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ വലിയ ശക്തിയല്ല, ഇടതുപക്ഷം വലിയ ശക്തിയല്ല. അതുകൊണ്ട് ഇടതുപക്ഷത്തിനൊരു ഗവൺമെൻറ് ഉണ്ടാക്കാനൊന്നും കഴിയില്ല, അത് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്റാണ് വരേണ്ടത് എന്ന് വിധിയെഴുതും ജനങ്ങൾ. പലപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇത്തവണയും അങ്ങനെ തന്നെയാണ് ഈ വിധിയെഴുത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അതിൽ ഞങ്ങൾക്കൊരു ഉത്കണ്ഠയുമില്ല. തുറന്ന് ഞങ്ങൾ പറയുകയാണ്. എന്നാൽ ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും ഗൗരവമായി ഞങ്ങൾ കാണുന്നത് BJP ഒരു പാർലമെൻറ്റ് സീറ്റിൽ ജയിച്ചിരിക്കുന്നു. 11 നിയമസഭാ സീറ്റുകളിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഭൂരിപക്ഷമുണ്ട്. കേരളം പോലെയുള്ള ഒരു മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നൊരു സംസ്ഥാനത്ത് RSSനാൽ നയിക്കപ്പെടുന്ന BJP നേടിയിട്ടുള്ള വിജയത്തെ ഞങ്ങൾ കൃത്യമായി വിലയിരുത്തിയുണ്ടായി. ആ വിലയിരുത്തലാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഏതെല്ലാം ഘടകങ്ങൾ എന്നുള്ളത് കൃത്യതയോടുകൂടെ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങൾ ആരോടും ശത്രുതയോടുകൂടെ ഇടപെടുവാനോ അല്ലെങ്കിൽ ആരെങ്കിലുമായി പോർവിളിക്കുവാനോ ഒന്നുമല്ല ഞങ്ങൾ തയ്യാറാകുന്നത്. ഞങ്ങൾ വളരെ കൃത്യതയോടുകൂടി വന്ന കുറവുകൾ എന്താണ്, പാളിച്ചകൾ എന്താണ് എന്ന് മനസ്സിലാക്കി ഞങ്ങളുടെ ജാഗ്രത കുറവ് കൊണ്ട് സംഭവിച്ച പരാജയം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് ജനമധ്യത്തിലേക്ക് പോവുകയാണ്, ജനങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടാതിരുന്നൊരു വലിയ വിഷയമുണ്ട്. അതെന്താ ചർച്ച ചെയ്യപ്പെടാതെ പോയത്? അതിന് വലിയ പ്രാധാന്യം വന്നില്ല. ഞങ്ങൾ BJPക്കെതിരായിട്ടുള്ള പ്രചാരവേലയാണ് സംഘടിപ്പിച്ചത്. എന്നാൽ മറുഭാഗത്ത് SDPIയും ജമാഅത്ത് ഇസ്ലാമിയും എല്ലാം സമാഹരിച്ചുകൊണ്ട് മറ്റൊരു ധ്രുവീകരണം കേരള രാഷ്ട്രീയത്തിൽ UDFൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. അവർക്ക് താൽക്കാലികമായി വിജയം ലഭിച്ചെങ്കിലും അതിൻ്റെ എല്ലാം ഭവിഷ്യത്ത് എന്തായിരിക്കുമെന്നുള്ളതെല്ലാം ഭാവിയിൽ നമുക്ക് നോക്കിക്കാണാം. അപ്പോൾ ഒരു ഭാഗത്ത് BJP കേരളീയ സമൂഹത്തിൽ അവർക്ക് ഇന്നലെ വരെ ഇല്ലാതിരുന്ന നിലയിലേക്ക് ഒരു വളർച്ച കരസ്ഥമാക്കാൻ കഴിയുന്ന നിലയിൽ ഒരു വിഭാഗം ജനങ്ങളെ അവർക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞു. ഇപ്പുറത്ത് മറ്റൊരു വിഭാഗത്തെയും ആ 2 ജനവിഭാഗങ്ങളായി മാറി നടന്നിട്ടുള്ള ഒരു വർഗീയ ധ്രുവീകരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിലൊരു സംശയവുമില്ല. അതുമാത്രമല്ല കേട്ടോ, ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിച്ചിട്ടുള്ളത് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ അത് പലത് സമയത്ത് കൊടുക്കാൻ കഴിയാതെ വന്ന കേരളത്തിൻ്റെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി, അതിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രക്ഷോഭണങ്ങളും സമരങ്ങളും ഒക്കെ നടത്തുവാനും ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചെങ്കിലും നിർഭാഗ്യമെന്ന് പറയട്ടെ, കേരളത്തിൻ്റെ മുഖ്യധാരാ മാധ്യമങ്ങൾ എത്രയോ കാലമായി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നിലപാട് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത്തരം പ്രശ്നങ്ങളെ അവർക്ക് ഞങ്ങൾക്കെതിരായി തിരിച്ചുവിടുവാൻ കഴിഞ്ഞു.
കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് അർഹതപ്പെട്ട് നൽകാത്തതിൻ്റെ ഫലമായി ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊടുത്തു തീർക്കേണ്ടിയിരുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ കൊണ്ടുവന്ന അല്ലെങ്കിൽ മുൻ ഗവൺമെൻറ്റുകളുടെ കാലത്തെല്ലാമായി നടപ്പിലാക്കിയതിൻ്റെ ഇരട്ടി കാര്യങ്ങൾ ഈ ക്ഷേമ പെൻഷനുകളടക്കമുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിലും അത് പല മേഖലയിലും സമയത്ത് കൊടുക്കാൻ കഴിയാതെ വന്നതിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റു ചില ക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടതിൻ്റെ എല്ലാമായി ഉണ്ടായിട്ടുള്ള ഒരു വികാരവും ഞങ്ങൾക്കെതിരായി തിരിച്ചുവിടുവാൻ ഈ മാധ്യമങ്ങൾ നല്ല പങ്കുവഹിച്ചു. വലതുപക്ഷ രാഷ്ട്രീയം കൂട്ടായി പരിശ്രമിച്ചു. അതിൻ്റെ ഫലമായി വന്നിട്ടുള്ള തിരിച്ചടി, ഈ തിരിച്ചടിയിൽ നിന്ന് ആണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ശരി ഉൾക്കൊണ്ടുകൊണ്ട് ശ്രീ പി ചിത്തരഞ്ജൻ, ഒരു PM നിയാസ് KPCC ജനറൽ സെക്രട്ടറി ഉണ്ട് നമ്മോടൊപ്പം. ശ്രീ PM നിയാസ്, ഒരുപക്ഷെ താങ്കൾ അടക്കം പങ്കെടുത്ത KPCCയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷവും പിന്നീട് ചേർന്ന UDF ശേഷവും ഒരു വാർത്താക്കുറിപ്പിൽ വല്ലാതെ പരസ്പരം ഈ വിജയത്തിൻ്റെ ആഹ്ലാദം അത് 3 പേർ പങ്കിട്ടെടുക്കുന്നു. KPCC അധ്യക്ഷൻ K. സുധാകരൻ, VD സതീശൻ, ഒപ്പം തന്നെ താൽക്കാലിക ചുമതല വഹിച്ചിരുന്ന MM ഹസൻ എന്നിവരുടെ അടക്കമുള്ള കൂട്ടായ പ്രവർത്തന ഫലമാണ് ഈ വലിയ വിജയമെന്ന തരത്തിൽ പറയുകയും ചെയ്തു. പക്ഷേ ഇവിടെ ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറിയും ഇപ്പോൾ PP ചിത്തരഞ്ജൻ അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടിയൊരു വിഷയമുണ്ട്. CPIM ദേശീയ കാഴ്ചപ്പാടോടുകൂടി BJPയെ പുറത്താക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിച്ചതും അതിനു വേണ്ടിയിട്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തതും. പക്ഷേ നിങ്ങളെടുത്ത നിലപാട്, നിങ്ങൾ കോൺഗ്രസിനെ CPIMനെ നേരിടുന്നതിന് കൂട്ടുപിടിച്ചത് SDPയെയും ജമാഅത്തെ ഇസ്ലാമിയുമാണ്. അങ്ങനെ സ്വത്വരാഷ്ട്രീയത്തിൻ്റെ വക്താക്കളായി നിൽക്കുന്നവരുടെ വോട്ടുകൾ വാങ്ങി നിങ്ങളുടെ നേതാവ് ഒരു ഘട്ടത്തിൽ ആരുടെയും വോട്ട് വാങ്ങുമെന്ന് പറയുകയും പിന്നീട് വലിയ വിമർശനങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ ആ തീരുമാനം പിൻവലിക്കുകയും ചെയ്തു. ഇവിടെ വലിയ പ്രസക്തമായ ചില ചോദ്യങ്ങളാണ് CPIM മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ BJPയെ നേരിടുന്നതിന് കൃത്യമായ ഒരു നിലപാടെടുക്കാൻ നിങ്ങൾക്ക് കഴിയാതിരിക്കുക. അതിൻ്റെ ഉദാഹരണമാണല്ലോ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് മത്സരിക്കുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം രാജിവെച്ച് റായ്ബറയിലേക്ക് പോവുകയും വയനാട് ഒഴിയുകയും ചെയ്ത് ഇനിയിപ്പോൾ പ്രിയങ്ക ഗാന്ധി അവിടെ വരികയും ചെയ്യുന്നത്. നിങ്ങൾ പല ഘട്ടങ്ങളിലും എടുത്തിട്ടുള്ള വെള്ളം ചേർത്ത നിലപാടുകൾ കേരള സമൂഹത്തെ ആകെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്നു. അതിലേറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് തൃശ്ശൂരിൽ അടക്കം BJPക്ക് ജയിക്കാൻ അവസരം ഒരുക്കി കൊടുത്തത്. ഇപ്പോഴും നിങ്ങൾ തന്നെയാണ് പ്രതിസ്ഥാനത്ത്. തൃശ്ശൂരിൽ BJPക്ക് അവസരം ഒരുക്കി കൊടുത്തത് നിങ്ങൾ തന്നെയാണ്. ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടിയ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വലിയൊരു വോട്ട് പോയത് നിങ്ങളുടെ മണ്ണിനടിയിൽ നിന്നാണ്. ആ വോട്ട് കൊണ്ടാണ് അവിടെ BJP ജയിക്കുകയും ചെയ്തത്. നിങ്ങളിങ്ങനെ പരസ്പരം ആശ്ലേഷിച്ചും വിജയോന്മത്തരായും CPIMനെ തെറിവിളിച്ചും പോകുന്നതിലൂടെ എന്ത് ലക്ഷ്യമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത് CPIM നിയാസ്? നോക്കൂ, സിജു പറഞ്ഞാൽ 2-3 കാര്യത്തിൽ എനിക്ക് ശക്തമായ വിയോജനം ഉണ്ട്. ഒന്ന്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളിപ്പം പറഞ്ഞു വരുന്നത് ഇന്ത്യ രാജ്യത്ത് ഞങ്ങൾ BJPക്കെതിരായുള്ള അതിശക്തമായ നിലപാടെടുത്ത് പോകുന്ന പാർട്ടിയാണ് എന്നാണ്. അത് കേരളം ഒഴിച്ച് എല്ലായിടത്തും സത്യമാണ്, ശരിയുമാണ്. കേരളത്തിൽ നിങ്ങൾക്ക് ആ നിലപാടല്ല. അതാണല്ലോ EP ജയരാജൻ്റെ വീട്ടിൽ BJPയുടെ പ്രഭാരിയുമായി നടത്തിയ ചർച്ചയെക്കുറിച്ച് നിങ്ങൾക്കൊന്നും ഇതുവരെ തെറ്റ് തിരുത്തുന്ന പാർട്ടി അതെന്തേ തിരുത്താത്തത്? ഇന്ന് ഏറ്റവും കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് EP ജയരാജൻ എന്ന് പറയുന്ന LDFൻ്റെ കൺവീനർ, CPIMൻ്റെ മാത്രമല്ല LDFൻ്റെ കൺവീനറാണ്. അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരനുമായി ഒന്നിച്ച് ബിസിനസ് പാർട്ട്നേഴ്സായി മാറിയിട്ട് എന്തേ പാർട്ടി തിരുത്താത്തത്? നിങ്ങളുടെ പാർട്ടി പ്ലീനത്തിലും സമ്മേളനത്തിലും കൃത്യമായി പറഞ്ഞിട്ടുണ്ടല്ലോ, പാർട്ടി നേതാക്കന്മാരും അവരുടെ കുടുംബാംഗങ്ങളും ഭാര്യ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളും എവിടെയെല്ലാം ആകാം, എവിടെയെല്ലാം താങ്കൾ പറഞ്ഞ് എനിക്ക് ഇടപെടേണ്ടി വരുന്നു. കാരണം മുൻപുള്ള ചർച്ചകളിലടക്കം താങ്കൾ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ വന്ന് ഏതെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോൾ പറയുകയാണ് EP ജയരാജൻ, രാജീവ് ചന്ദ്രശേഖരൻ, പ്രഭാരി, ആ വിഷയങ്ങളിലേക്ക് വരും. ഇവിടെ വളരെ പ്രസക്തമായ ചില മൂർത്തമായ ചില ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ ഈ സ്വത്വരാഷ്ട്രീയത്തിൻ്റെ വക്താക്കൾക്ക് എങ്ങനെ BJPക്ക് കടന്നു കയറാൻ കഴിയും? താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ BJPക്കെതിരെ വലിയ വെല്ലുവിളി തീർക്കുന്നത് കോൺഗ്രസ് ആണെന്ന്. ഇവിടെ 2 വിഷയങ്ങൾ നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. നിങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പെടുത്ത ഗിമ്മിക്കാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിപ്പിക്കുമ്പോൾ എന്തുകൊണ്ട് പറഞ്ഞില്ല റായ്ബറേലിയിൽ മത്സരിക്കുന്നു എന്നുള്ള കാര്യം? എന്തുകൊണ്ട് നിങ്ങളുടെ KC വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാ MP സ്ഥാനം രാജിവെച്ചിട്ട് ആലപ്പുഴയിൽ മത്സരിച്ചത്? ആരാണ് ഇവിടെ BJPക്ക് ഒത്താശ പാടുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾക്ക് നട്ടലുറപ്പോടുകൂടി BJPയെ നേരിടാൻ കഴിയില്ല എന്നുള്ളത് തന്നെ അന്ന് തെളിയിക്കുകയും ചെയ്ത്. ഒരുപക്ഷേ ഈ ചോദ്യങ്ങൾക്കൊക്കെ PP ചിത്തരഞ്ജൻ പിന്നീട് ഒരു സാഹചര്യത്തിൽ മറുപടി വരും. പക്ഷേ ഇവിടെ താങ്കളിലേക്ക് വരുന്നതിന് മുമ്പ് മുതിർന്ന മാധ്യമപ്രവർത്തകൻ M. ജയചന്ദ്രൻ അങ്ങനെയല്ല താങ്കൾ എന്നോട് ചോദ്യം ചോദിച്ചു. 10 മിനിറ്റോളം PP ചിത്തരഞ്ജൻ സംസാരിച്ചു. അതിന് മറുപടി പറയുന്നതിനിടയിൽ ഞാൻ ആദ്യത്തെ സെന്റൻസ് പറഞ്ഞപ്പോഴേക്കും അങ്ങക്ക് പുള്ളി
താങ്കൾക്ക് പറയാം. ആദ്യത്തെ സെൻറ്റൻസ് പറയുമ്പോൾ പുള്ളി, പിന്നെ നിങ്ങൾ നേരെ നിങ്ങൾ 3 പേരോടും ഞാൻ ഒരാളാണ് മറുപടി പറയേണ്ടത്. അല്ല പറഞ്ഞോളൂ, ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിളിക്കുന്നതിന് അർത്ഥമില്ല സിജു. അല്ല താങ്കൾ പറഞ്ഞോളൂ. ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, പി ചിന്തരെ 10 മിനിറ്റോളം പറഞ്ഞു, താങ്കൾ ഒരു 15 മിനിറ്റ് താങ്കളും പറഞ്ഞു. അതിന് പറഞ്ഞതിൽ കൃത്യമായ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. പറഞ്ഞോളൂ. നിങ്ങൾ തെറ്റ് തിരുത്തി എന്ന് പറഞ്ഞ് അഹങ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. എപ്പോഴാണ് തിരുത്താൻ തോന്നിയത്? നിങ്ങളുടെ 14 ജില്ലാ കമ്മിറ്റികളും CPI ഉൾപ്പെടെയുള്ള നിങ്ങളുടെ ഘടകകക്ഷികളും വ്യക്തമായി ഈ നിലപാട് മുന്നോട്ട് പോയാൽ ഉപ്പ് വെച്ച കലം പോലെ ആകും പാർട്ടിയും മുന്നണിയും എന്ന് ബോധ്യപ്പെടുത്തി നിങ്ങൾക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടല്ലേ നിങ്ങളിപ്പോൾ ഞങ്ങൾ തെറ്റിദ്ധരുത്തിയെന്ന് പറയുന്നത്? ഞങ്ങൾ പറഞ്ഞല്ലോ കഴിഞ്ഞ തുടർഭരണം ഉണ്ടായപ്പോഴും അതിനു മുമ്പും ഞങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളിങ്ങനെ പോയാൽ നിങ്ങളുടെ സ്ഥിതി ബംഗാളിലെയും ത്രിപുരയിലെയും സ്ഥിതി നിങ്ങളെ കാത്തിരിക്കുന്നുവെന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടില്ലല്ലോ. ഇപ്പോഴും നിങ്ങളെന്താ പറയുന്നത്? ഇപ്പോൾ നിങ്ങൾ പറയുന്നത് ഞങ്ങൾ തിരുത്താൻ പോകുന്നു. എവിടെയാണ് തിരുത്തിയത്? ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ തിരുത്തിയത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ തെറ്റ് തിരുത്തി നിങ്ങൾ പറയാൻ പറ്റുമോ? ഇപ്പോൾ പെൻഷൻ കിട്ടാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് പരാജയമുണ്ടായത് നിങ്ങൾ പറയുന്നു. ഞങ്ങളിത് തന്നെയല്ലേ ഒരു മറിയക്കുട്ടി എന്ന് പറയുന്നത് പാവ സ്ത്രീ പെൻഷൻ കിട്ടാത്തപ്പോൾ അവർ പിച്ചപ്പാത്രയും എടുത്തുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ നിങ്ങൾ DYFIക്കാരും CPM സഖാക്കളും സൈബർ സഖാക്കളും ഏത് രീതിയിലാണ് അവരെ ആക്രമിച്ചത്? അത് നിങ്ങൾ തിരുത്തിയോ? തിരുത്താൻ ശ്രമിച്ചോ? പിന്നെ ഇപ്പോൾ ഇന്ന് നടന്നൊരു സംഭവം ഞാൻ പറയാം. നിങ്ങളിപ്പോൾ തിരുത്താൻ പോകുന്നു, എല്ലാം ഞങ്ങൾ ശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് തിരുവല്ലയിൽ നിങ്ങളുടെ ഏരിയ കമ്മിറ്റി അംഗം അദ്ദേഹം ഒരു റേപ്പ് കേസിലും അതുപോലെ തന്നെ സ്ത്രീകളോട് വളരെ മോശപ്പെട്ട രീതിയിലും പെരുമാറിയെന്നും അവരുടെ നഗ്നചിത്രങ്ങൾ പ്രചരിപ്പിച്ചു എന്നതിൻ്റെ പേരിൽ നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, സസ്പെൻഡ് ചെയ്തു. ഇന്ന് നിങ്ങൾ തിരിച്ചെടുത്തു. എന്ത് മെസ്സേജാണ് നിങ്ങൾ നൽകുന്നത്? എവിടെയാണ് നിങ്ങൾ തിരുത്തിയത്? TP ചന്ദ്രശേഖരൻ്റെ മരണത്തിൽ മാഷാ അല്ലാ എന്ന പേരിൽ പ്രചരിപ്പിച്ച് വർഗീയവാദികൾ അവരെ കൊന്നു എന്ന് പറഞ്ഞ നിങ്ങൾ ഇന്നും അത് മാറ്റിയോ? ഇന്നും അതിൻ്റെ അലയൊലുകൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നിൽ ഹൈക്കോടതിയുടെ വിധി, ആ വിധി എന്താണ് കാണുന്നത്? അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് ചന്ദ്രശേഖരന് ബിഷപ്പ്, ഏറ്റവും ഒടുവിൽ ബിഷപ്പിനെക്കുറിച്ച് ഇന്ന് നിയമസഭയിൽ നമ്മൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, ബിഷപ്പിനെ വിവരദോഷി എന്ന് വിളിച്ചപ്പോൾ നിങ്ങളുടെ പാർട്ടി ഇന്നിപ്പോൾ വലിയ രീതിയിൽ പാർട്ടിയുടെ സെക്രട്ടറി വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞല്ലോ, എൻ്റെ സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിയെ തിരുത്താൻ കഴിയാത്തത്? മുഖ്യമന്ത്രി സെക്രട്ടറിക്ക് മാത്രമല്ല നിങ്ങളുടെ പാർട്ടിക്ക് എന്തുകൊണ്ട് തിരുത്താൻ കഴിയുന്നില്ല? അപ്പം മുഖ്യമന്ത്രിയെ നിലക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ കാര്യങ്ങൾ അപകടമാകുമെന്ന് അറിഞ്ഞിട്ട് പോലും മുഖ്യമന്ത്രിയെ കടക്ക് പുറത്ത് എന്ന നിലപാടുമായി മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രി നവകേരള യാത്രയിൽ സ്വന്തം പേഴ്സണൽ സെക്യൂരിറ്റി കൊണ്ടും പാർട്ടിക്കാരെ കൊണ്ടും അക്രമം നടത്തി കേരളം മുഴുവനും ഗുണ്ടകളെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയ മുഖ്യമന്ത്രിയുടെ നിലപാട്, ആ നിലപാടുകൾക്ക് ഏറ്റ രീതിയാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊണ്ടുവരുന്നത്. എന്താ ഇവിടെ കേരളത്തിലെ 18 സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനില്ല. നിങ്ങളാകെ പറയുന്നത് പിന്നെ നമ്മുടെ തൃശ്ശൂരെക്കുറിച്ചാണ്. ഞാൻ കോഴിക്കോട് പാർലമെൻറ്റ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ തെരഞ്ഞെടുപ്പ് നേതൃത്വം കൊടുത്ത ആളാണ്. കോഴിക്കോട് നിങ്ങളുടെ വലിയ നേതാവാണല്ലോ. 1 ലക്ഷത്തിന് മേലെ നിയമസഭയിൽ ഭൂരിപക്ഷമുള്ള സ്ഥലമല്ലേ? എന്തേ 1.5 ലക്ഷത്തിന് തോറ്റത്? എന്താ നിങ്ങൾ ചർച്ച ചെയ്യാത്തത്? ഞാൻ എല്ലാ റൗണ്ടിലും നിങ്ങൾ പിന്നോട്ട് പോയി എന്ന് മാത്രമല്ല BJP മുന്നോട്ട് വന്നു. ഞങ്ങൾ പരിശോധിച്ചപ്പോൾ കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തും കോഴിക്കോട് ജില്ലയിലെ വോട്ടുകൾ ജയിച്ച കുറ്റ്യാടിയിലുമൊക്കെ കഴിഞ്ഞ തവണ നിങ്ങൾക്ക് അസംബ്ലിയിൽ കിട്ടിയ വോട്ട് പോലും നിങ്ങൾക്ക് കുറഞ്ഞു. എങ്ങനെ കുറഞ്ഞത്? ആർക്കാ കൂടിയത്? കോൺഗ്രസിനല്ല, അവിടെ കൂടിയത് BJPക്കാണ്. അപ്പോൾ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ BJPയിൽ നിന്നും കച്ചവടം നടത്തി വാങ്ങിയ വോട്ടുകൾ ഇത്തവണ BJPയിലേക്ക് തിരിച്ചുപോയി. അത് കേരളം മുഴുവനും അങ്ങനെയാണ്. അതൊക്കെ മറച്ചു വെക്കാൻ വേണ്ടി അങ്ങ് തൃശ്ശൂർ മാത്രം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തൃശ്ശൂർ ഒഴിച്ച് എവിടെയെങ്കിലും കോൺഗ്രസിൻ്റെ UDFൻ്റെ വോട്ടുകൾ കുറഞ്ഞോ? അസംബ്ലിയേക്കാളും കൂടി. കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിനെക്കാട്ടും ഞങ്ങൾ കൂടി. 10 സ്ഥലങ്ങളിലാണ് 1 ലക്ഷത്തിന് മേലെ വോട്ടിൽ ജയിച്ചത്. എന്തേ നിങ്ങൾ പറയാത്തത്? എവിടെയാണ് നിങ്ങൾക്ക് ഒരു വോട്ട് കൂടിയത്? നിങ്ങൾ പറയണം. നിങ്ങൾ ജയിച്ച സ്ഥാനാർത്ഥിക്ക് പോലും വോട്ട് കൂടിക്കൊണ്ടല്ലേ ജയിച്ചത്. അതും കൂടി ആലോചിക്കണം. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട സാഹചര്യം നിങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ മാത്രമല്ല, നിങ്ങളുടെ നയത്തിലുള്ള കാതലായ മാറ്റങ്ങൾ, മുഖ്യമന്ത്രിയുടെ ഈ രീതിയിലുള്ള കടക്കുപുറത്ത് എന്ന് പറയുന്ന നിലപാട് പോയിക്കൊണ്ട് ആ നിലപാട് മാറ്റങ്ങൾ തയ്യാറായില്ലെങ്കിൽ എന്ത് തിരിച്ചെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് താങ്കൾ ഈ ചോദ്യം ചോദിച്ചത് PP ചിത്തരഞ്ജനാണെന്ന് എനിക്ക് തന്നെ അറിയാം. കാരണം ഒരുപക്ഷെ CPM പല ഘട്ടങ്ങളിലും ഇന്ന് തന്നെ ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പറയുകയും ചെയ്തു, ഒരിക്കലും CPMന് കേന്ദ്രത്തിലൊരു സർക്കാർ ഉണ്ടാക്കാൻ കഴിയാതെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലൊരു സർക്കാർ ഉണ്ടാക്കുക എന്ന് തന്നെയാണ് CPMും കരുതിയതും. ഒരുപക്ഷെ കോൺഗ്രസ് പരാജയപ്പെടരുതെന്ന് CPM ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു. ദേശീയ തലത്തിൽ ആഗ്രഹിക്കുകയും ചെയ്ത പ്രസ്ഥാനമാണെന്ന് പല ഘട്ടങ്ങളിലും CPM വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ പരാജയം, നിങ്ങൾക്ക് വോട്ട് അവിടെ കൂടി ഇവിടെ കൂടി നിങ്ങൾ കണക്ക് പറയുമ്പോഴും നിങ്ങൾ കണക്കിലെടുക്കാത്ത, നിങ്ങൾക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് ശ്രീ നിയാസ്. കാരണം ഈ കേരളത്തിൽ 2019 കേരളത്തിലെ ജനത വോട്ട് ചെയ്തത്
കേരള രാജ്യത്ത് മോദി സർക്കാരിനെ ഭരണത്തിൽ നിന്ന് പുറത്താക്കണം. 2024 അങ്ങനെ തന്നെയാണ് വോട്ട് ചെയ്തത്. ദേശീയ കാഴ്ചപ്പാടോടെ തന്നെയാണ് വോട്ട് ചെയ്തത്. ആ കാര്യം കൃത്യമായി ബോധ്യപ്പെടുകയും അത് വിലയിരുത്തുകയും അത് പൊതുജന മധ്യത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട് CPM ശ്രീ ചിത്തരഞ്ജൻ. ഇദ്ദേഹം PM നിയാസ് പറയുന്നത് പോലെ വല്ലാത്ത മുഖ്യമന്ത്രിയുടെ കടക്കുപുറത്ത് നിലപാടാണോ CPM-ന് ഇങ്ങനെ ഈ നിലപാടിലേക്ക് കൊണ്ടുവന്നത്? ഇത്തരത്തിൽ ഇവർ പറയുന്ന EP ജയരാജനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സ്ഥിരം പറയുന്ന ചില വാദമുഖങ്ങൾ കൊണ്ടുവന്ന് സ്വന്തം തെറ്റുകൾ മറയ്ക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ തന്നെ പറയുന്നത് വലിയ വീമ്പിളക്കുകയാണ്. തങ്ങളുടെ മേനിമെടുക്കൊണ്ടാണ് തിണ്ണമെടുക്കൊണ്ടാണ് ഇത്തരത്തിൽ വലിയ തെരഞ്ഞെടുപ്പിൽ 18 ഇടങ്ങളിൽ ജയിക്കാൻ കഴിഞ്ഞെന്ന് പറയുന്നത്. നിങ്ങളുടെ വിജയമല്ല എന്നുള്ളത് കേരള ജനതയ്ക്ക് കൃത്യമായിട്ടറിയാം. അത് CPM വിലയിരുത്തിയിട്ടുണ്ട്, ഇവിടുത്തെ മതനിരപേക്ഷ പാർട്ടികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ ചിത്തരഞ്ജൻ, താങ്കൾക്ക് മറുപടി പറയാം ഇതുമായി ബന്ധപ്പെട്ട്. PM നിയാസ്. എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളത്, അദ്ദേഹം ഒത്തിരി കാര്യം പറഞ്ഞു. STP-യുമായും ജമാഅത്തെ ഇസ്ലാമിയുമായി പരസ്യമായ ഘടകകക്ഷിയെ പോലെ പ്രവർത്തിച്ച കോൺഗ്രസ് കൊടുക്കുന്ന സന്ദേശം എന്താണ്? എങ്ങനെയാണ് അവർക്ക് സംഘപരിവാറിനെ നേരിടാൻ കഴിയുന്നത്? കേരളത്തിൽ സംഘപരിവാറിനെ നേരിടാൻ കഴിയണമെങ്കിൽ എല്ലാ വർഗീയതയ്ക്കും എതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കണ്ടേ? STP-യെ ഘടകകക്ഷിയെ പോലെ കൂടെ നിർത്തിക്കൊണ്ട് നടന്ന് അവരുടെ ആൾക്കാരടക്കം ആ തെരഞ്ഞെടുപ്പിൽ പരസ്യമായി UDF-ന് വേണ്ടി UDF-ൻ്റെ ഘടകകക്ഷിയെ പോലെ പ്രവർത്തിച്ച ചിത്രം ഈ കേരളം കണ്ടതല്ലേ? അത് നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം കിട്ടിയ ജയം, അത് നിങ്ങൾ കൊടുക്കുന്ന വില ചെറുതാണോ ഈ നാടിന് കൊടുക്കാൻ പോകുന്ന? നിങ്ങൾക്ക് സീറ്റ് കിട്ടിയത് ഞാൻ തുടക്കത്തിലും പറഞ്ഞല്ലോ, BJP ഒരു സീറ്റ് നേടിയതിനെയാണ് ഞങ്ങൾ ഗൗരവമായി കാണുന്നത്. BJP-യുടെ വോട്ട് വർധനവിനെയാണ് ഞങ്ങൾ ഗൗരവമായി കാണുന്നത്. UDF-ൻ്റെ വോട്ട് വർദ്ധിക്കുന്നതിനെ ഞങ്ങൾ ഗൗരവമായി കാണുന്നില്ല. എന്തുകൊണ്ട്? സംസ്ഥാന തെരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും ഈ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞും വന്നിട്ടുള്ളതിൻ്റെ ചരിത്രമാണ് കേരളത്തിനാകെയുള്ളത്. പക്ഷേ ഞാൻ മൂർത്തമായി ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയാൻ തയ്യാറാകുന്നില്ല. അദ്ദേഹം തള്ളി പറയൂ, ഞങ്ങൾക്ക് ബന്ധമില്ലായിരുന്നെന്ന് പറയൂ. ഈ നാട് അത് അംഗീകരിക്കോ? ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടതല്ലേ എങ്ങനെയാണ് ഇവരെല്ലാം കൂടെ പ്രവർത്തിച്ചെന്നുള്ളത്. ഞാൻ ഇപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു. ഇവിടെ ഇവർ കവലപ്രസംഗം പോലെ കഴിഞ്ഞ എത്രയോ നാളുകളായി മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുവാൻ, കാരണം എന്താ, ഇടതുപക്ഷ ഗവൺമെൻറ്റിന് അവരെ ഞെട്ടിച്ചുകൊണ്ട് രണ്ടാം ഗവൺമെൻറ്റിനും നേതൃത്വം കൊടുക്കാൻ കേരളത്തിൽ ആകെ കഴിഞ്ഞ ഒരു ഭരണാധികാരി പിണറായി വിജയനാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ എങ്ങനെയൊക്കെ തകർക്കാൻ കഴിയുമോ അങ്ങനെ തകർത്താലേ, അദ്ദേഹത്തെ കൈകാര്യം ചെയ്താലേ ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ കേരളത്തിൽ, പ്രത്യേകിച്ച് CPM-നെ കേരളത്തിൽ പരാജയപ്പെടുത്താൻ കഴിയുമെന്നുള്ള ഒരു അജണ്ടയോടുകൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ തോതിലുള്ള പ്രസ്താവനകളല്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ മലയാള മനോരമ ഞാൻ എടുത്തുകൊണ്ട് വരാൻ മറന്നുപോയി, ഞാൻ എടുക്കേണ്ടിയിരുന്നതാണ്. KPCC-യുടെ പ്രസിഡൻറ്റിൻ്റെ ഒരു സംബോധനയുണ്ട്, നിങ്ങൾ നോക്കണം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ അദ്ദേഹം എങ്ങനെയാണ് സംബോധന ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അതെടുത്ത് വായിച്ചു നോക്കുമ്പോൾ അറിയാം. ഞാനത് പറയാൻ അല്ല, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത്, അദ്ദേഹത്തിൻ്റെ സംബോധന എന്താണ് എന്ന് ഞങ്ങൾക്കതിനകത്ത് അത്ഭുതമൊന്നുമില്ല. കാരണം എന്താ, പ്രതിപക്ഷ നേതാവിനെ വിളിക്കുന്നത് വേറെ നല്ല പേരില്ല. അപ്പോൾ പിന്നെ അദ്ദേഹത്തെ മുഖ്യമന്ത്രി അവനെന്നേ വിളിച്ചോളല്ലോ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ എങ്ങനെയാണ് KPCC പ്രസിഡന്റ് വിളിച്ചെന്ന് കേരളീയ സമൂഹം കണ്ടതാണ്. അത് വിട്ടേരി, അത് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു വിഷയമായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ അവർ അടിസ്ഥാനപരമായി ഈ ഈ ഈ മതശക്തി വർഗീയ ശക്തികളുമായി ഉണ്ടാക്കിയിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫലമായി ഏകീകരണം ഉണ്ടായിട്ടുണ്ട്. മുസ്ലിം വോട്ടുകൾ ഏകീകരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ വോട്ടിൻ്റെതാകുന്ന നിലയിലൊക്കെയുള്ള വലിയ മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പരിശോധിക്കുന്നത് BJP ഞങ്ങളുടെ വോട്ടുകളിൽ കടന്നു കയറി, ഇവരുടെ വോട്ടുകളിൽ കടന്നു കയറിയില്ലേ? ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് ഒറ്റ സ്ഥലത്ത് കൂടി, ഞാൻ ആലപ്പുഴക്കാരനാണ്, ഞങ്ങളുടെ ജില്ലയിൽ കുറേ വോട്ടുകൾ ഞങ്ങളുടെ വോട്ട് BJP-ക്ക് പോയിട്ടുണ്ട്. ഞങ്ങളത് കൃത്യമായി പരിശോധിക്കാൻ പോവുകയാണ്. ജില്ല തിരിച്ച് ഞങ്ങളുടെ കമ്മിറ്റിയൊന്നും കൂടിയിട്ടില്ല കേട്ടോ, ഒരു DC-യും കൂടിയിട്ടില്ല. സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ശേഷം അദ്ദേഹം പറഞ്ഞ 14 DC-കൾ ഞങ്ങൾ കൂടിയെന്നൊന്നും കൂടിയിട്ടില്ല. കൂടാൻ പോവുകയാണ്, കൂടി ഞങ്ങൾ പരിശോധിക്കാൻ പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഹരിപ്പാട് എൻ്റെ ജില്ലയാണേ, ഹരിപ്പാട് കോൺഗ്രസിന് എത്ര വോട്ടാണ് BJP കൊണ്ടുപോയത്? ഇടതുപക്ഷത്തിൻ്റെ മാത്രമാണോ? ഹരിപ്പാട് മണ്ഡലത്തെ പ്രതിദാനം ചെയ്ത ആരാണ്? മുൻ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ദീർഘകാലമായി പ്രതിദാനം ചെയ്ത മണ്ഡലമാണ്. എത്ര വോട്ടാണ് അവിടെ കോൺഗ്രസിൻ്റെ ചോർന്നിട്ടുള്ളത്? തൃശ്ശൂർ മാത്രമല്ല, നിങ്ങൾ വസ്തുനിഷ്ഠമായി പരിശോധിക്കണം. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾക്ക് ഈ കോൺഗ്രസിനെ വീണ്ടും വീണ്ടും പറയുന്നു, ഇന്ത്യയിൽ നരേന്ദ്രമോദിയുടെ ഭരണത്തെ മാറ്റി ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഗവൺമെൻറ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഞങ്ങൾ. പക്ഷേ കേരളത്തിൽ നിങ്ങൾ എടുക്കുന്ന നിലപാട് ഞങ്ങളെ പരാജയപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന പക്ഷേ എം ജയചന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് പറയാനെങ്കിൽ, കാരണം ഈ വിഷയം ഉണ്ടായപ്പോൾ ഈ ചർച്ച തുടങ്ങുന്ന സമയത്ത് തന്നെ പറഞ്ഞുള്ളൂ, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിലയിരുത്തൽ എന്നുള്ളത് മാത്രമല്ല, ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ
വോട്ട് പാറ്റേണിൽ വന്ന ഒരു ദിശാമാറ്റമുണ്ട്. അതിൽ വളരെ അപകടകരമാണ് എന്നുള്ളത് തന്നെയാണ് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തത്. വളരെ കൃത്യമായ ചില രാഷ്ട്രീയം അതിൻ്റെ മുന്നിൽ ഉണ്ട് താൻ. ഇത് മനസ്സിലാക്കാതെ കൃത്യമായി KPCCയും കോൺഗ്രസ് നേതാക്കളും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ പിണറായി വിജയൻ്റെ ധാർഷ്ട്യമാണ്, കടക്കുപുറത്ത് നിലപാടാണ്, അതുകൊണ്ടൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വളരെ ബാലിശമായ ചില വാദങ്ങൾ. കേരളം ഇന്ന് ചർച്ച ചെയ്യേണ്ടത് ആ ഗോവിന്ദൻ മാസ്റ്റർ അവതരിപ്പിച്ച വിഷയം, അതിന് മറുപടി പറയേണ്ട, കൃത്യമായ മറുപടി പറയാനുള്ള ബാധ്യത കോൺഗ്രസിനില്ലേ? മതനിരപേക്ഷതയാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നതെങ്കിൽ ഈ അപകടകരമായ സാഹചര്യത്തെ അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരുടെ നയം മാറ്റേണ്ടതല്ലേ ശ്രീ M. ജയചന്ദ്രൻ? സിജു, CPM-ൻ്റെ നേതൃയോഗങ്ങളിൽ നിന്ന് സമാപിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ വിലയിരുത്തലിൽ ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയ പത്രസമ്മേളനത്തിൽ, മാധ്യമ സമ്മേളനത്തിൽ വളരെ പ്രധാനപ്പെട്ട നിരവധി വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് CPM നേതൃയോഗങ്ങൾ വിലയിരുത്തിയത് വിശകലനം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരുന്നു. പക്ഷേ 3:15 കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനം അവസാനിച്ച് അദ്ദേഹം മടങ്ങിയതിന് ശേഷം മുതൽ ചാനലുകൾ, പലരും ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ചാനലുകൾ സ്ക്രോൾ ചെയ്ത് നമ്മളെല്ലാവരും കാണുന്നുണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു? പിണറായി വിജയൻ്റെ എതിരായ ഭരണവിരുദ്ധ വികാരമാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് തിരുത്തലുകളൊന്നും CPIM നേതൃയോഗങ്ങൾ വരുത്തിയിട്ടില്ല. മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുണ്ടായി, മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല. ഇതൊക്കെയാണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ശ്രീ PM നിയാസ് ഈ ചർച്ചയിലും പറയുന്നത് എന്താണ്? പിണറായി വിരുദ്ധതയെ സംബന്ധിച്ചാണ് CPIM നേതൃയോഗം തെറ്റിദ്ധരുത്തണം. അന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന നിയാസ് ഇവിടെ പ്രസ്താവിക്കുകയാണ്. അപ്പോൾ CPM നേതൃയോഗത്തിന് അവർക്ക് കാര്യങ്ങൾ വിശദമായി വിശകലനം ചെയ്ത് അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാനും ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതല്ല, നിങ്ങൾ പിണറായിയെ ഹിംസിക്കാനുള്ള തീരുമാനങ്ങൾ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇവിടെ നിന്നും ചോദിക്കുന്നത്. അതുതന്നെയാണ്. അപ്പോൾ ഇന്ന് മുതൽ തന്നെ തുടങ്ങി നാളെ മുതൽ തുടരാൻ പോകുന്ന നയം എന്താണ് എന്നുള്ളതുകൂടെ ശ്രീ നിയാസ് ഇവിടെ വ്യക്തമാക്കുകയാണ്. അത് കോൺഗ്രസിൻ്റെ നയമാണ് എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യമുണ്ട്. മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ? ഏതാണ്ട് 33 വർഷങ്ങൾക്ക് മുമ്പാണ്. 33 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞാൽ 1991 കൃത്യമായി പറയുകയാണെങ്കിൽ 91 ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും ഒന്നിച്ചാണ് നടന്നത്. നയനാർ മന്ത്രിസഭ 4 വർഷം പ്രായമുള്ളപ്പോൾ പിരിച്ചുവിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടത്താൻ തീരുമാനിച്ചു. രാജീവ് ഗാന്ധിയുടെ മരണമുണ്ടായ വർഷം. അന്നാണ് കുപ്രസിദ്ധമായ കോലീബി സഖ്യം ഉണ്ടായത്. വടകരയിലും ബേപ്പൂരിലും, വടകരയിലെ പാർലമെൻറ്റ് മണ്ഡലത്തിലും ബേപ്പൂർ അസംബ്ലി മണ്ഡലത്തിലും. അതിൽ മത്സരിച്ച ചരിത്രമൊന്നും ഞാൻ പറയേണ്ടതില്ല. അതിൻ്റെ വളരെ സമർത്ഥവും സമഗ്രവുമായൊരു പുനരാവിഷ്കാരമാണ് 2024 കോൺഗ്രസ് കേരളത്തിൽ നടത്തിയത് എന്നാണ് ഞാൻ പറയുക. അതിന് എല്ലാ വസ്തുതകളും അത് അക്കാര്യം സംബന്ധിച്ച് പറയാൻ എൻ്റെ കയ്യിലുണ്ട്. അതിരിക്കട്ടെ, അത്രയും വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ പോകേണ്ട കാര്യം ഈ ചർച്ചയിൽ പോകുന്ന സമയമില്ലാത്തതുകൊണ്ട് വരുന്നില്ല. എന്നാൽ ചുരുക്കി പറയാവുന്ന കാര്യം, ആ കോലീബി സഖ്യം ഇത്തവണ വേറൊരു രൂപത്തിലാണ് പ്രവർത്തിച്ചത്. എങ്ങനെയാണ്? BJPയുടെ പണം പ്ലസ് കോൺഗ്രസിൻ്റെ സ്വാധീനം, ഇത് രണ്ടുമാണ് കേരളത്തിൽ. അപ്പോൾ സ്വാഭാവികമായും കോൺഗ്രസ്സുകാർക്ക് ഞെട്ടലോടെ തിരിച്ച് ചോദിക്കാം, നിങ്ങളെന്താണ് ഈ പറയുന്നത്? ഞങ്ങൾക്ക് പണം തരാതെ പിടിച്ചുവെച്ച BJP കേന്ദ്രത്തിൽ, ആ BJPയായിട്ട് ഞങ്ങളിവിടെ ചേർന്നു പറയുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ പാപ്പരത്വമാണ് എന്നിപ്പോൾ തന്നെ മറുപടിയും വന്നേക്കാം. ആയിക്കോട്ടെ, ഞാൻ അത്ര മറുപടിയൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത് കേട്ടോ. അതാണ് നടന്നത്. അത് ഏത് മണ്ഡലങ്ങളിലും നോക്കിക്കോളൂ, 20 മണ്ഡലങ്ങളിൽ നിങ്ങൾ നോക്കിക്കോളൂ, അതുണ്ട്. അത് ഏറ്റവും കൂടുതൽ പ്രകടമായി വന്ന 2 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്, 1 തൃശ്ശൂർ, 2 തിരുവനന്തപുരം. തെളിവ് വീണ്ടും തരാം, ഉണ്ട്. അതാണ് സംഭവിച്ചത്. ആലപ്പുഴയൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ശ്രീ PP ചിദംബരം MLA സൂചിപ്പിച്ചല്ലോ ഹരിപ്പാടടക്കമുള്ള കാര്യങ്ങൾ. അത് CPM-ൻ്റെ ജില്ലാ ഘടകം പരിശോധിക്കാനും പോവുകയാണ് അദ്ദേഹം പറഞ്ഞല്ലോ. പരിശോധിക്കും, എല്ലാ ഘടകങ്ങളും പരിശോധിക്കും. അപ്പോൾ ഈ തരത്തിലുള്ള വളരെ അതിശക്തമായൊരു അണ്ടർ കറണ്ട് കേരളത്തിലുടനീളം പ്രവർത്തിച്ചതിൻ്റെ ചരിത്രം ഇനി
കേരളം അനാവരണം ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ചില കാര്യങ്ങളൊക്കെ CPM നേതൃയോഗം പരിഗണിച്ചിട്ടുണ്ട്, വിലയിരുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ 5 ദിവസം നേതൃയോഗത്തിൽ അത്തരം ചർച്ചകൾ വന്നിട്ട് തന്നെയുണ്ട്. അത് വിശദാംശങ്ങളോടുകൂടി പുറത്തു വരുന്നത് CPM-ൻ്റെ ഇത് സംബന്ധിച്ച സമീപന രേഖ അല്ലെങ്കിൽ പാർട്ടി രേഖ, പാർട്ടി കത്ത് ഒക്കെ വരുമ്പോഴാണ് പുറത്തേക്ക് വിശദമായി അറിയുക. പക്ഷേ ഇതാണ് അതിൻ്റെ അകത്ത് നടന്നിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് സുവ്യക്തമായി തെളിയിക്കാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങളും കാരണങ്ങളുമുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഗോവിന്ദമാഷയുടെ പത്രസമ്മേളനത്തിൽ ഇന്ന് ഏറ്റവും ശ്രദ്ധേയമായി എനിക്ക് തോന്നിയ ഒരു കാര്യം, കേരളത്തിലെ മുഴുവൻ ലോക്കൽ തലത്തിലും ലോക്കൽ കമ്മിറ്റി തലത്തിലും ബഹുജന കൂട്ടായ്മകൾ സംഘടിപ്പിക്കാൻ സംസ്ഥാന സമിതി യോഗം തീരുമാനിച്ചു എന്നുള്ളതാണ്. അത് വളരെ ശ്രദ്ധേയമായ ഒരു തീരുമാനമാണ് അദ്ദേഹം മുമ്പോട്ട് വെച്ചത്. കാരണം ഞാൻ നേരത്തെ സിജു ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കൈരളിയിലടക്കം മറ്റു ചില ചാനലുകളിലും പറഞ്ഞതല്ല എൻ്റെ ഒരു വിലയിരുത്തലുണ്ടായിരുന്നത്, നമ്മുടെ 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ മലപ്പുറവും പൊന്നാനിയും ഒഴികെ ബാക്കി 18 മണ്ഡലങ്ങളിലും ഇൻക്ലൂഡിങ് വയനാട് ഇത് ഇടതുപക്ഷത്തിന് 3 ലക്ഷം ബേസ് വോട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ കണ്ടിരുന്നത്. അതങ്ങനെ തന്നെ ഉണ്ട്. കഴിഞ്ഞ 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്തുകൊണ്ട് 2019 ജൂലൈയിലും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വിശകലനം ചെയ്തുകൊണ്ട് 2021 ഓഗസ്റ്റിലും CPIM സ്വീകരിച്ച സമീപന രേഖകളിൽ ഇക്കാര്യം വ്യക്തമായിട്ട് ഓരോ മണ്ഡലത്തിലെയും വോട്ട് ഷെയർ ഉൾപ്പെടെ വ്യക്തമായി വിവരിച്ചിട്ടുമുണ്ട്. അതിലും ഈ 3 ലക്ഷം ബേസ് വോട്ട് കാണാം. ഈ 3 ലക്ഷം ബേസ് വോട്ടിൽ 2019 വലിയ തോതിൽ ചോർന്നു പോയ കുറേ വോട്ടുകളുണ്ട് ബേസ് വോട്ടിൽ. ആ ബേസ് വോട്ട് 2024 തിരിച്ചു വരും. പ്ലസ് ഓരോ മണ്ഡലത്തിലും CPM-ന് അഡീഷണലായി കിട്ടാൻ ഇടയുള്ള വോട്ടുകൾ ഇത് ചേർക്കുമ്പോഴാണ് 6 മുതൽ 11 വരെ മണ്ഡലങ്ങളിൽ വിജയിക്കാൻ കഴിയും എന്നൊരു നിഗമനത്തിലേക്ക് CPM എത്തിയിരുന്നത്. ഞാനും അതൊക്കെ പൂർണ്ണമായും ഉൾക്കൊണ്ട് ചാനൽ ചർച്ചകൾ ഞാനത് പറഞ്ഞിരുന്നതുമാണ്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അങ്ങനെയല്ല. സ്വാഭാവികമായും നമ്മുടെ ആ ധാരണയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കുക തന്നെ ചെയ്തു. ഞാനത് ഓരോ മണ്ഡലവും എടുത്ത് തന്നെ പരിശോധിച്ചിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ഈ ചുരുങ്ങിയ സമയത്ത് പറയാൻ കഴിയില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. എങ്കിലും ഞാനീ പറഞ്ഞ കോലീബി സഖ്യത്തിൻ്റെ പുതിയ പതിപ്പ് 2024 തുടങ്ങിയ സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് SDP-യുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും വോട്ടുകളുടെ ഒരു ഏകീകരണം UDF-ന് ലഭിച്ചു. അതൊരു മുന്നണി എന്ന രീതിയിൽ പ്രവർത്തിച്ചു. ഇതേ ചോദ്യം തന്നെ PP ചിത്തരഞ്ജൻ താങ്കളോട് ചോദിച്ചു. എന്ത് SDP-യുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും വോട്ട് താങ്കൾ വാങ്ങിയില്ലേ? 91 കോലീബിയുടെ സമഗ്രമായ ഒരു പുനരാവർത്തനം ഇവിടെ നടന്നിരിക്കുന്നു. MJ ചന്ദ്രൻ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് കൃത്യമായി നിങ്ങൾ മറുപടി പറയേണ്ടതുണ്ട്. PM നിയാസ്, നോക്കൂ, നിങ്ങൾ ഈ കോലീബിയെക്കുറിച്ചൊക്കെ ഇപ്പോഴും പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ നേരത്തെ പറഞ്ഞതിന് മറുപടി പറയാൻ 91 പോകണ്ട. അല്ല, താങ്കളോട് ചോദ്യം ചോദിച്ചല്ലോ. താങ്കൾ ഈ ചർച്ചയിലുടനീളം ഇതുവരെ പോപ്പുലർ ഫ്രണ്ട്, SDP-ഐ, ജമാഅത്ത് ഇസ്ലാമി ആ വാക്കുകൾ താങ്കൾ പറഞ്ഞിട്ടില്ല. എന്നെ ഒന്ന് വായ തുറക്കാൻ അനുവദിക്കൂ സിജു. ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഇങ്ങനെ ഇടപെട്ടാൽ ഞങ്ങൾക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും? നിങ്ങളിപ്പോൾ പറയുന്നത് SDP, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ SDP ആരുടെ കൂടെയായിരുന്നു അസംബ്ലിയിൽ? അതിൻ്റെ ഗുണമല്ലേ നിങ്ങളുടെ മഹാരാജാസിൽ നിങ്ങളുടെ SFIക്കാരനെ കൊന്ന കേസിലെ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് അല്ലേ LDF-ൻ്റെ ഭരണം കൊണ്ടുപോയത്? ഒന്ന്. രണ്ടാമത്തത്, നിങ്ങളിപ്പോൾ പറയുന്നുണ്ടല്ലോ SDP-യുടെ വോട്ട് വേണ്ട എന്ന്. ഇത്തവണ അതിശക്തമായി UDF പറഞ്ഞപ്പോൾ ഏതെങ്കിലും കാലത്ത് SDP-യുടെ വോട്ട് വേണ്ടെന്ന് നിങ്ങൾ പറഞ്ഞോ? ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും വലിയ വർഗീയ വിഷം തുപ്പിക്കൊണ്ടിരുന്ന PDP-യുടെ അബ്ദുൽ നാസർ മദനി നിങ്ങൾ പൊന്നാനിയിൽ സ്റ്റേജിൽ മുഖ്യമന്ത്രി, ഇന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന അന്നത്തെ പാർട്ടി സെക്രട്ടറി എഴുന്നേറ്റ് നിന്ന് ആദരവോടുകൂടി സ്റ്റേജിലേക്ക് ഇരുത്തി പ്രസംഗിപ്പിച്ചത് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഇന്നത്തെ വെൽഫെയർ പാർട്ടിയുടെ പൂർവികന്മാരായ ജമാഅത്തെ ഇസ്ലാമി 2019 തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള 30 വർഷക്കാലം നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് വോട്ട് ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ അവർക്ക് യാതൊരു തകരാറുണ്ടായിരുന്നില്ലല്ലോ. 2019 അവർ തീരുമാനിച്ചു ഇന്ത്യയിൽ വർഗീയ ഫാസിസം നടത്തുന്ന BJP-ക്കെതിരെ മുന്നോട്ട് പോകുന്ന സംവിധാനത്തിന് വോട്ട് ചെയ്യണം തീരുമാനിച്ചു. അപ്പോൾ നിങ്ങൾക്ക് വെൽഫെയർ പാർട്ടിയുടെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ പേര് പറയുന്നു. ഞാൻ സിജു തൻ്റെ ഇടത്തോടു കൂടി നിങ്ങളുടെ 2 MLA ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും കാലത്ത് EMS-ൻ്റെ കാലം മുതൽ നിങ്ങളെടുത്ത നിലപാടെന്താ? മുസ്ലിം വർഗീയ പ്രീണനം ഒരു ഭാഗത്തും, മറുഭാഗത്ത് വലിയ രീതിയിലുള്ള വർഗീയതയ്ക്കെതിരായുള്ള പോരാട്ടവും. ഇത് നിങ്ങളുടെ സ്ഥിരം ഏർപ്പാടുകളാണ്.
ആ ഏർപ്പാടിൻ്റെ ഫലമായാണ് നിങ്ങൾ മുന്നോട്ട് പോയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ വീണ്ടും പറയാലോ, ഇപ്പോൾ നിങ്ങൾ തിരിച്ചു മറിച്ചു ഏർപ്പാടിലെ കാര്യങ്ങളൊക്കെ പറയാം. കേരളം മുഴുവനും ഡിബേറ്റ് നിങ്ങൾ നാളത്തേക്ക് വിഷയം വെച്ചോ, നമുക്ക് കൊണ്ടുവരാം. കേരളം മുഴുവനും 2019 നിങ്ങൾക്ക് കിട്ടിയ വോട്ട്, അതിനുശേഷം 2021 അസംബ്ലിയിൽ കിട്ടിയ വോട്ട്, ആ വോട്ടിൽ മാറ്റം വന്നിരിക്കുന്നു. 2019 നിങ്ങൾക്ക് കിട്ടാത്ത വോട്ട് 2021 നിങ്ങൾക്ക് കിട്ടുകയും അന്ന് BJPക്ക് വോട്ട് കുറയുകയും ചെയ്തു. ഇന്ന് BJPക്ക് വോട്ട് കൂടുകയും നിങ്ങളുടെ വോട്ട് കുറയുകയും ചെയ്തു. കച്ചവടം എന്നുള്ളത് എൻ്റെ ജയചന്ദ്ര എത്ര നിങ്ങൾ അലക്കി വെളുപ്പിച്ചാൽ നോക്കിയാലും വെളുക്കാൻ പറ്റാത്ത രീതിയിൽ കണക്കുകൾ നമ്മുടെ മുമ്പിൽ സത്യം പറയുകയാണ്. പിന്നെ മറ്റൊരു കാര്യം ഇവിടെ നിങ്ങൾ പറഞ്ഞത് പിന്നെ 91 കാര്യമാണ്. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. ഇവിടെ നിങ്ങളിപ്പോൾ പറയുന്നുണ്ടല്ലോ BJPക്കെതിരെ നിലപാടെടുക്കുന്നു. എവിടെയാണ് നിങ്ങൾ എടുത്തത്? നിങ്ങൾ ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്ന് പറഞ്ഞ് ഇപ്പോൾ ബോംബില്ലെങ്കിൽ CPM ഇല്ല എന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ത്യയിൽ ഞങ്ങൾക്ക് പോട്ടെ, ഞങ്ങളത് വിട്ടേക്ക്. നിങ്ങളെ ബംഗാൾ, നിങ്ങളുടെ ഈറ്റില്ലമല്ലേ, നിങ്ങളുടെ എല്ലാമായ ബംഗാളിൽ CPMൻ്റെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന ഒരിടത്തെങ്കിലും ഇന്ത്യയിലെ ഏക CPMൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ നാവ് ചലിച്ചോ? അദ്ദേഹത്തിൻ്റെ മുഖമൊന്ന് അവിടെ കാണിച്ചോ? ഇന്ത്യയിൽ നിങ്ങളിപ്പോൾ രാജസ്ഥാനിൽ നിങ്ങൾക്കൊരു MLA കിട്ടി, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ MLA കിട്ടി, അവിടെ എവിടെയെങ്കിലും മുസ്ലിം പ്രീണനം നടത്തിയെന്ന് പറഞ്ഞു. ഇവിടെ CA അടക്കമുള്ള വിഷയങ്ങൾ വന്നപ്പോൾ, പലസ്തീൻ വിഷയം അടക്കം കോൺഗ്രസ് എടുത്ത നിലപാടുണ്ടായിരുന്നു. താങ്കൾ നേരത്തെ പറഞ്ഞു മദനി വർഗീയവാദിയാണെന്ന് പറഞ്ഞു, മുസ്ലിം പ്രീണനം നടത്തിയെന്ന് പറഞ്ഞു. ഈ ചോദ്യങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അല്ല, താങ്കൾ പറഞ്ഞത് ഇനി മറന്നു പോകരുന്നതിന് മുമ്പ് ശ്രീ പി ചിത്തരഞ്ജൻ അദ്ദേഹം പറഞ്ഞൊരു പ്രശ്നമുണ്ട്. മുസ്ലിം പ്രീണനമാണോ CPM നടത്തിയത്? CA വിഷയത്തിലടക്കം പലസ്തീൻ വിഷയത്തിലടക്കം CPM ആ നിലപാടാണോ എടുത്തത്? ശ്രീ പി ചിത്തരഞ്ജൻ നിങ്ങൾ പറയാം. സിജു, നിങ്ങൾക്ക് ഇതിൽ തരാറുണ്ട്. നിങ്ങൾക്ക് ഏത് സ്കൂളാണ് നിങ്ങൾക്ക് കൈരളിയിൽ നിന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കൈരളിയിലെ മാധ്യമങ്ങളിൽ ഉള്ള ആൾക്കാർ കൈരളിയിൽ ഉള്ളപ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള ഏർപ്പാടുള്ളൂ. നിങ്ങൾ മറ്റൊരു ചാനലിലേക്ക് നാളെ പോയാൽ നിങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇരുന്നിരുന്ന പലരും പല ചാനലുകളും നിങ്ങളുടെ ഈ അസഹിഷ്ണുത, ഈ CPMൻ്റെ അസഹിഷ്ണുത അതേപോലെ കൊത്തിവെച്ചിരിക്കുക നിങ്ങൾക്ക്. എൻ്റെ അടുത്ത് അത് വേണ്ട. ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞോ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇവിടെ നിങ്ങൾ ഈ സംസ്ഥാനത്ത് മാത്രം നിങ്ങളിങ്ങനെ BJPക്കെതിരെ പറയുന്നു. ഇന്ത്യയിലെ മറ്റെല്ലാ 102 സീറ്റിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. 99 ഇപ്പോൾ 102-ലെത്തി. 102-ൽ ഞങ്ങൾ നിൽക്കുന്നത് മുഴുവനും എല്ലാം BJPക്കെതിരായുള്ള നിലപാടെടുത്തുകൊണ്ടാണ്. ആ നിലപാടാണ് ഞങ്ങൾക്ക് മഹാരാഷ്ട്രയിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും കർണാടകത്തിലാണെങ്കിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ. കർണാടകത്തിലെയും മധ്യപ്രദേശിലെയും അവസ്ഥകളൊക്കെ മധ്യപ്രദേശിൽ ഞാൻ ചോദിക്കട്ടെ, മധ്യപ്രദേശിൽ BJPക്കെതിരെ നിങ്ങളാണോ നിലപാടെടുക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ എടുത്ത നിലപാട് കൊണ്ടാണ് ഇന്ത്യ സഖ്യമായി നിന്നതുകൊണ്ടാണ് വോട്ട് കിട്ടിയത്. അത് രാജ്യത്തെ ജനത്തിന് അറിയാം. താങ്കൾക്ക് പറയാം ഈ കാര്യത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച ചില വിഷയങ്ങളുണ്ട്. മുസ്ലിം പ്രീണനമാണ് CPM നടത്തിയെന്ന് പറഞ്ഞാൽ താങ്കൾക്ക് മറുപടി ഇല്ല ഇതിനകത്ത്. അന്ന് മദനിയെ വർഗീയവാദിയായ മദനിയെ കൂടെ ഇരുത്തിയെന്ന് പറഞ്ഞതിന് താങ്കൾക്ക് മറുപടി ഇല്ല ഇതിനകത്ത്. ചിത്തരഞ്ജൻ എന്നോടാണോ? അതെ. അല്ല, ഇത് പിന്നെ ശ്രീ PM നിയാസ് ഞങ്ങളെ മുസ്ലിം വർഗീയ പ്രീണനം എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും അത് അംഗീകരിക്കുന്നതാണോ, വിശ്വസിക്കുന്നതാണോ? ഞങ്ങൾ നിലപാടുകളുണ്ട് ഞങ്ങൾക്ക് ഏതൊരു വിഷയത്തിലും. ആ നിലപാടുകൾ ഓരോ കാലത്തും അത് 4 വോട്ടിൻ്റെ പേര് ഞങ്ങൾ മാറ്റിമറിക്കത്തില്ല. ഞങ്ങൾ ആ നിലപാട് ഉറച്ചു നിൽക്കും. ഇപ്പോൾ CAയുമായി ബന്ധപ്പെട്ട് വന്ന വിഷയം, പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് വന്ന ആ പ്രശ്നം ഞങ്ങളുടെ നിലപാടാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഓരോ വിഷയങ്ങളും ഞങ്ങൾ പിന്നെ പാലസ്തീൻ വിഷയം ഞങ്ങളുടെ നിലപാടിനൊരു വ്യത്യാസവുമില്ല. എന്തുകൊണ്ടാണ്? അവിടെ ഇസ്രായേലിൽ നിന്ന് നടത്തുന്ന കടന്നാക്രമണം, അതിൻ്റെ പിന്നിലുള്ള ശക്തികൾ, ആ നിലപാട് ഇന്ത്യയുടെ നിലപാട് അതായിരുന്നല്ലോ. ആ നിലപാട് പിന്നീട് മാറി. ഓരോ വിഷയങ്ങളിലും ഞങ്ങൾ എടുക്കുന്ന നിലപാടുകളെ പ്രീണനമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് പ്രീണിപ്പിക്കാനല്ല ഞങ്ങൾ ഓരോ കാലത്തും. അതോടൊപ്പം തന്നെ തെറ്റെന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ചരിത്രം അതല്ലേ. അപ്പോൾ ഞങ്ങളെ ഈ പട്ടം ഞങ്ങൾക്ക് ചേർന്നതല്ല. ആ പട്ടം അണിയേണ്ടവർ കൃത്യമായിട്ട് അണിയുന്നതായിരിക്കും ആ കാര്യത്തിൽ നല്ലത്. രണ്ടാമത്തത്, PDP എന്ന് പറയുന്ന പിന്നെ അബ്ദുൽ നാസർ മദനിയുടെ പാർട്ടി പോപ്പുലർ ഫ്രണ്ട് ഒരുപോലെയാണല്ലേ നിങ്ങളുടെ മുന്നിൽ? പോപ്പുലർ ഫ്രണ്ടിനെ കൂട്ടിപ്പിടിച്ചതിന് പറഞ്ഞ ന്യായീകരണം എന്തൊക്കെയാണ്?
ഞങ്ങൾ അവരുടെ വോട്ട് വാങ്ങിയെന്ന് ഏത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വാങ്ങി? 2019 ഞങ്ങൾ വാങ്ങിയിട്ടില്ല. 2019 ഞങ്ങൾ SDPIക്കാരുടെ വോട്ടേ വാങ്ങിയിട്ടില്ല. മഹാരാജാസിലെ ഒരു ഞാൻ പറയട്ടെ സുഹൃത്തെ, മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിന്റെ കൊലക്കേസായാലും അതിന്റെ പ്രതിയെ പിടിച്ചല്ലോ, താമസിച്ചു പോയെന്നുള്ള ഒരാളെ എല്ലാവരെയും പിടിച്ചില്ലേ? അത് എന്തേ ഇങ്ങനെയാണോ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് ചോദിക്കുകയാണ് ഒരു പ്രതി എന്തേ താമസിച്ചെന്നാ? ബാക്കി എല്ലാവരെയും പിടിച്ചില്ലായിരുന്നോ? ഒരാൾ നാട് കടന്നുപോയി, അത് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അന്വേഷിച്ച് അയാളെ കൊണ്ടുവന്നില്ലേ? ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട വിദ്യാർത്ഥി നേതാവിനെ കൊലപ്പെടുത്തിയ ആ ഭീകര സംഘടനയുമായി ബന്ധമുണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നെന്ന് പറയാൻ അപാര തൊലിക്കെട്ടി തന്നെ വേണം. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകകക്ഷിയെപ്പോലെ നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ച് ഈ നാട് കണ്ടിട്ടുണ്ട്. നിങ്ങൾ തെരഞ്ഞെടുപ്പ് ജയിച്ചു, അതെന്നും ജയിക്കുമെന്ന് ഈ ചക്കവീട് എന്നും മുയലൊന്നും ജാഗത്തില്ല കേട്ടോ. ഈ നാട് കാണുന്നുണ്ട്, കേരളം കാണുന്നുണ്ട്. ഈ കേരളത്തിൽ നിങ്ങളുണ്ടാക്കിയ അവിശുദ്ധമായ മുന്നണി, ആ മുന്നണി ഭാവിയിൽ ആർക്കാണ് ഗുണം ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ സംഘപരിവാര രാഷ്ട്രീയത്തിന് കുറേ കൂടെ ശക്തി പോരാൻ കഴിയുന്ന നിലപാടെടുത്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ ഞങ്ങളൊരു വോട്ട് കുറച്ചില്ലെന്ന് പറഞ്ഞോ, തോറ്റില്ലെന്ന് പറഞ്ഞോ? ഞങ്ങൾ പറഞ്ഞില്ല, വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്, കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത് എന്നല്ലേ ഞങ്ങൾ പറയുന്നത്? ഞങ്ങളുടെ വോട്ട് കുറഞ്ഞെന്ന് ഞങ്ങൾ തർക്കിക്കാൻ എവിടെയെങ്കിലും വന്നോ? ഞങ്ങളുടെ വോട്ട് കുറഞ്ഞെന്ന് ഞങ്ങൾക്ക് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ 2019, 2021, 2024 എല്ലായിടത്തും ഞങ്ങൾ പരിശോധിക്കും. തലനാരിടെ ഞങ്ങൾ പരിശോധിക്കും. ഏത് ബൂത്തിലാണ് എങ്ങനെയാണ് വോട്ട് കുറഞ്ഞത് ഞങ്ങൾ പരിശോധിക്കും. അത് തർക്കം വേണ്ട. ഞങ്ങൾ ആ പ്രവർത്തനത്തിലേക്ക് ജനങ്ങളുടെ ഇടയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ ആ പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. പക്ഷേ നിങ്ങൾ കാണേണ്ടത് എന്താണ്? നിങ്ങൾ കാണേണ്ടത്, നിങ്ങളും കാണേണ്ടത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്. തൃശ്ശൂരിലെ ഒല്ലൂർ എന്ന് പറയുന്ന സീറ്റ്, ഇരിഞ്ഞാലക്കുട എന്ന് പറയുന്ന അസംബ്ലി മണ്ഡലം, ഈ രണ്ട് മണ്ഡലത്തിലെ പ്രബലമായ ജനവിഭാഗം ആരാണ്? സാമൂഹ്യ ഘടന എന്താണ്? ആ ജനവിഭാഗം ഏത് കാലത്തും എവിടെയാണ് ചെയ്തിട്ടുള്ളത്? ആ വോട്ടിനകത്ത് വന്ന വലിയ വ്യത്യാസം എന്താ നൽകുന്ന മെസ്സേജ്? ഇന്നലെ വരെ നിങ്ങളോടൊപ്പം നിന്നിട്ടുള്ള ഒരു ന്യൂനപക്ഷ ജനവിഭാഗം അവർ നേരെ BJPയുമായി സഹകരിക്കാൻ തയ്യാറാകുന്നു, അവരുടെ പക്ഷത്തേക്ക് പോകുന്നു. അതാണ് നിങ്ങൾക്ക് ഈ 90,000 താഴെ വോട്ടിൻ്റെ കുറവ്. ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വോട്ട് കുറഞ്ഞതല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഞങ്ങളുടെ വോട്ട് അത് പോയിട്ടുള്ളത് നേരെ BJPയിലേക്ക് കുറേ വോട്ട് പോയി. ഞങ്ങൾക്ക് നിങ്ങളിലേക്ക് വന്നെങ്കിലും ഒരു പ്രയാസവും ഇല്ല. ഞങ്ങളത് വസ്തുനിഷ്ഠമായിട്ട് പറയുമ്പോൾ നിങ്ങൾ നേടിയ ജയത്തെക്കുറിച്ച് നിങ്ങൾ വല്ലാതെ അതിന് അർത്ഥം കൊടുക്കുകയാണ്. പിന്നെ ദേശീയ രാഷ്ട്രീയത്തിൽ ഞങ്ങൾ വലിയ ശക്തിയാണെന്ന് വല്ലതും പറഞ്ഞോ? ഞങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പ് റിവ്യൂവിൽ തന്നെ ഞങ്ങളുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി തുടങ്ങിയത് എവിടുന്നാണ്? ഇന്ത്യ രാജ്യത്ത് ഞങ്ങളൊരു വലിയ ശക്തിയല്ല, ഞങ്ങൾക്ക് കേന്ദ്രഭരണത്തിൻ്റെ ഒരു ഭാഗം പോലും അല്ല. ഇന്ത്യയിൽ നരേന്ദ്രമോദിയെ തോൽപ്പിച്ചൊരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിനെ കഴിയൂ. ഈ കാഴ്ചപ്പാടോടുകൂടെ തന്നെ വോട്ട് കിട്ടിയിട്ടുണ്ട് എന്നല്ലേ ഞങ്ങൾ പറഞ്ഞത്? അതിൽ തെറ്റാണെന്നൊന്നും ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അത് ഈ നാടിൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പ് ചിത്രങ്ങളും എടുത്ത് പരിശോധിച്ചാൽ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഞങ്ങൾക്ക് തിരിച്ചടി വന്നിട്ടുണ്ടെന്ന്. അതെ ചിത്തരഞ്ജൻ, കാരണം കൃത്യമായി താങ്കൾ പറഞ്ഞതും PM നിയാസ് പറഞ്ഞതും ഇവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശ്രീ M ജയചന്ദ്രൻ, ഇവിടെ വളരെ കൃത്യമായ ചില കാര്യങ്ങൾ CPM മുന്നോട്ട് വയ്ക്കുന്നു, PP ചിത്തരഞ്ജൻ വെക്കുന്നു, MV ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു. ഇപ്പോഴും പക്ഷേ കോൺഗ്രസ് കൃത്യമായ നിലപാട്, നേരത്തെ PP ചിത്തരഞ്ജൻ കാണിച്ച ഒല്ലൂരിലടക്കം വിഷയം, പരമ്പരാഗതമായി കോൺഗ്രസിനെ പിന്തുണച്ചിരുന്ന വലിയൊരു ജനവിഭാഗത്തിൻ്റെ സമുദായത്തിൻ്റെ വോട്ടിൽ വലിയ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. അവരത് പരിശോധിക്കുന്നതില്ല. അവരെ സംബന്ധിച്ച് ഇപ്പോൾ കിട്ടിയ 18 സീറ്റ് വലിയ വിഷയമാണ്. ഇപ്പോൾ തോൽപ്പിച്ച് കളഞ്ഞല്ലോ പിണറായിയെ, CPMനെ തോൽപ്പിച്ചോ, വലിയ വീരവാദത്തിൽ നിൽക്കുകയാണ്. എന്താണ് കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല. അവർ സമ്മതിക്കുന്നില്ല ഈ SDP-യുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും വോട്ട് വാങ്ങിയ കാര്യം. അവരുടെ കാൽച്ചുവട്ടിലെ മണ്ണ് കാലങ്ങളായി ലഭിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗത്തിൻ്റെ വോട്ട് ലഭിക്കാതായ സാഹചര്യത്തെക്കുറിച്ച് ഇന്ന് 2024 കൊണ്ട് അവസാനിക്കുന്നതല്ല ഈ രാജ്യമെന്ന് മനസ്സിലാക്കുന്നില്ല ശ്രീ PM നിയാസ് എന്നുള്ളതാണ് M ജയചന്ദ്രൻ. താങ്കൾക്ക് അതിന് മറുപടി പറയാൻ കഴിയും? സിജു, ഞാൻ കൂടെ പങ്കെടുത്തിട്ടുള്ള ഒന്നിലേറെ ചർച്ചകളിൽ ശ്രീ നിയാസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാദഗതിയുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയില്ല. അത് എന്തുകൊണ്ട് പോയില്ല എന്നുള്ള പരിഹാസവും ആക്ഷേപവും ചോദ്യം ചെയ്യലുമാണ് അദ്ദേഹം തുടർച്ചയായി പല ചാനലുകളിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് മറുപടി പറയണം എന്നുള്ളത് ഞാൻ മുൻപും തീരുമാനിച്ചിരുന്നെങ്കിലും കഴിഞ്ഞിട്ടില്ല, സമയക്കുറവ് കൊണ്ട്. ഇപ്പോൾ അത് പറഞ്ഞിട്ട് ഞാൻ ബാക്കിയിലേക്ക് വരാം.
ശ്രീ നിയാസ്, പിന്നെ ദേശീയ പാർട്ടിയാണല്ലോ CPIM, ദേശീയ പാർട്ടികളുടെ സ്റ്റാർ ക്യാമ്പയിനേഴ്സ് ആരാണെന്ന് നേരത്തെ എഴുതി കൊടുക്കണം. തെരഞ്ഞെടുപ്പ് ചട്ടം അങ്ങനെയാണ് പറയുന്നത്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. CPIM എന്ന ദേശീയ രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പുകളിൽ ഓരോ സ്റ്റേറ്റിലും അവരുടെ താരപ്രചാരകർ ആരൊക്കെയാണെന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. താങ്കൾക്ക് വിവരാവകാശ രേഖ വെച്ച് അതിനിയും സമ്പാദിക്കാവുന്നതാണ്. വെറുതെ ഇത്തരം ഗീർവാണങ്ങൾ പറയാതിരിക്കണം എന്ന് സ്നേഹബുദ്ധിയ ഞാൻ സജഷൻ വെക്കുകയാണ്. ആ മറ്റ് സ്റ്റേറ്റുകളിലെ താരപ്രചാരകർക്ക് ഇടയിൽ എവിടെയെങ്കിലും ഈ ഇലക്ഷൻ കമ്മീഷൻ കൊടുത്ത ലിസ്റ്റിൽ CPIM എന്ന ദേശീയ രാഷ്ട്രീയ പാർട്ടി പിണറായി വിജയൻ എന്ന കേരള മുഖ്യമന്ത്രിയുടെ പേരെഴുതി ചേർത്തിട്ടുണ്ടോ എന്ന് താങ്കൾ വിവരാവകാശ നിയമപ്രകാരം വഴി ECയോട് ചോദിക്കുന്നേ. എന്നിട്ട് മറുപടി കിട്ടിയെങ്കിൽ ദാ ഇങ്ങനെ മറുപടി എൻ്റെ കിട്ടിയിട്ടുണ്ട്, തമിഴ്നാട്ടിൽ പിണറായി വിജയൻ പേരെഴുതി കൊടുത്തിട്ടുണ്ട് CPIM ദേശീയ നേതൃത്വം, ബംഗാളിൽ ഉണ്ട്, ഡൽഹിയിൽ ഉണ്ട് എന്നിട്ട് പറയണം. അപ്പോൾ കേരളത്തിൽ ആരൊക്കെയാണ് ക്യാമ്പയിൻ ചെയ്യേണ്ടതെന്ന് CPIM നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. താരപ്രചാരകൻ ഒരു സംശയം വേണ്ട പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി തന്നെയായിരുന്നു. അതല്ലാതെ അദ്ദേഹം മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പ്രചാരണത്തിന് പോകുമെന്ന് CPIM എവിടെയും പറഞ്ഞിട്ടില്ല, എഴുതി കൊടുത്തിട്ടുമില്ല. എന്നിട്ട് താങ്കൾ അത് തന്നെ എന്തിനാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതിലാ ദുഷ്ടതാക്കുണ്ടല്ലോ. താങ്കൾക്കിത് മനസ്സിലാകാത്ത ആളോ അറിയാത്ത ആളോ അല്ലെന്ന് എനിക്കറിയാം, ഇത് കാണുന്ന എല്ലാവർക്കും അറിയാം. പക്ഷെ താങ്കൾക്ക് തിരികെ കയറ്റണം ഇത്തരം വിമർശനങ്ങൾ. അതൊന്ന്, അതിൻ്റെ മറുപടി ഇതാണ്. രണ്ട്, ഈ PDPയുടെ കാര്യം പലപ്പോഴും ആവർത്തിച്ച് കേട്ടിട്ടുണ്ട്. ഒരു കാര്യം പറയട്ടെ, അത് പ്രീണനമാണോ? അങ്ങനെയാണെങ്കിൽ 1987 സഖാവ് EMS നമ്പൂതിരിപ്പാട് ജീവിച്ചിരുന്ന സമയത്ത് അദ്ദേഹമാണല്ലോ മതനിരപേക്ഷ മുന്നണി എന്നുള്ള നിലയിൽ 87 ഇലക്ഷൻ നയിച്ച ആൾ. താങ്കൾക്ക് തർക്കമൊന്നുമില്ലല്ലോ. അന്ന് PJ ജോസഫിനോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു? രാഷ്ട്രീയ കേരളം പല കുറി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പള്ളിയെയും പട്ടക്കാരെയും തള്ളി പറഞ്ഞാൽ LDF എടുക്കാം, സ്വീകരിക്കാം എന്നാണല്ലോ, തർക്കമൊന്നുമില്ലല്ലോ. EMS ആണല്ലോ പറഞ്ഞത്. അതിനുശേഷമാണല്ലോ 2005 ഉണ്ടാവുന്നത്, അല്ലേ? അതല്ലേ കോവളത്തിലെ യോഗം താങ്കൾ സൂചിപ്പിച്ചത്. അപ്പോൾ 87 പറഞ്ഞതിന് EMS പറഞ്ഞതിന് അതിന് പ്രാധാന്യമില്ല. പിണറായി വിജയൻ മാത്രമല്ല, VS ഉണ്ട്, 2006 VS ഉണ്ട് ആ മീറ്റിങ്ങിൽ. അതിന് പ്രശ്നമില്ല. അപ്പോഴും പിണറായിയുടെ മുഖത്ത് ഒരു മുദ്ര ഒട്ടിക്കണം, ഒരു ബ്ലാക്ക് മാർക്ക് താങ്കൾക്ക് ചാർത്തണം. എന്തിനാണ് ഇങ്ങനെ കോൺഗ്രസിൻ്റെ ഈ അന്ധമായ രാഷ്ട്രീയ തിമിരം ഒരു രാഷ്ട്രീയ നേതാവിനോട് മാത്രം? അതുകൊണ്ടാണല്ലോ ഇന്ന് സ്പീക്കർക്ക് നിയമസഭയിൽ നടപടി സ്വീകരിക്കേണ്ടി വന്നത്. അത് സംബന്ധിച്ച് MLAക്ക് അറിയാം കൂടുതൽ കാര്യങ്ങൾ പറയാൻ. അദ്ദേഹം സമയമുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞോളൂ അക്കാര്യം ഇന്ന് അവിടെ നടന്നു എന്താണെന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള അന്ധമായ രാഷ്ട്രീയ തിമിരം എന്ന് മാത്രം പറഞ്ഞാൽ രാഷ്ട്രീയ ആന്ത്യം, രാഷ്ട്രീയ അന്ധത, അതാണ് ഇതിലേക്കൊക്കെ നയിക്കുക, ഇത്തരം വാദങ്ങളിലേക്ക് നയിക്കുന്ന ഈ വിദണ്ഡവാദങ്ങൾ എന്ന് പറയുന്നത്. ഇത് വിദണ്ഡവാദമാണ് ശ്രീ നിയാസ്. ഇല്ലാത്ത പൂച്ചയെ ഇരുട്ടിൽ തപ്പുക എന്ന് പറയും സാധാരണ ശൈലിയിൽ പറഞ്ഞാൽ. അതെന്തിനാണ് ഇത്തരം കാര്യങ്ങളിൽ? പിന്നെ സിജു, ഞാൻ മുമ്പേ പറഞ്ഞെനിക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഞാനീ പറഞ്ഞില്ലേ ലോക്കൽ കമ്മിറ്റികളിലെ ബഹുജന കൂട്ടായ്മ എന്ന് പറയുന്നത് ഞാൻ കാണുന്നൊരു പ്രധാനപ്പെട്ട ന്യൂനതയുണ്ട്. അതൊരു അപകടം കൂടിയാണ് കേട്ടോ, അതോടെ പറയാതിരിക്കാൻ കഴിയില്ല. CPM നേതാവായ MLA ഇരിക്കുമ്പോൾ തന്നെ അത് ഞാൻ പറയുകയാണ്. CPMൻ്റെ സംഘടനാ ഘടനയിൽ ഏറ്റവും താഴെ ഭംഗീന്ദ്രേണ ഗോവിന്ദമാഷ് തന്നെ ഇന്നത് സൂചിപ്പിക്കുകയും ചെയ്തു. ഞങ്ങൾ ബൂത്ത് തലത്തിൽ വരെ തിരുത്തലുകൾ വരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്, ഇനി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകാമെന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പോൾ എൻ്റെ വിമർശനം ഇതാണ്, CPMൻ്റെ താഴെ തട്ടിലുള്ള സംഘടനാ കമ്മിറ്റികൾ, ബൂത്ത് ലെവൽ കമ്മിറ്റികൾ, അതാണ് ജനങ്ങളുമായിട്ട് നിത്യവും കൃത്യമായി ബന്ധപ്പെടുന്ന കമ്മിറ്റികൾ എന്ന് പറയുന്നത്. ഈ 2ലധികം ബ്രാഞ്ചുകൾ ചേരുന്നതാണ് ഒരു ബൂത്ത് കമ്മിറ്റി. ഇലക്ഷൻ 1 വർഷം മുമ്പ് തന്നെ ബൂത്ത് കമ്മിറ്റി നിലവിൽ വരികയും ചെയ്യും. ആ ബൂത്ത് കമ്മിറ്റികൾ ജനങ്ങളുടെ ദൈനംദിന ജീവിതവുമായി അവരുടെ ഹൗസ് ക്യാമ്പയിനാണ്. സ്ക്വാഡ് കയറി പ്രവർത്തനം നടത്തുമ്പോൾ അവർക്ക് പറയാനുള്ളത് ഇങ്ങോട്ടും കേൾക്കണം, നമുക്ക് സ്ക്വാഡിന് പറയാനുള്ളത് അങ്ങോട്ട് പറയുകയും വേണം. അതാണ് ആ കൊടുക്കൽ വാങ്ങൽ എന്ന് പറയുന്നത്. അതിൽ വളരെയധികം ദൗർബല്യം നേരിട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതൊരു വിമർശനമായിട്ട് തന്നെ ഉന്നയിക്കുകയാണ്. അതിൻ്റെ ഒരു കുറവുണ്ട്. ആ കുറവ് മറ്റു പലരും മുതലെടുത്തിട്ടുമുണ്ട്. അതാണ് ഈ SNDPയുടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അത് ഇന്ന് ഗോവിന്ദമാഷ് പറഞ്ഞു. പക്ഷേ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെള്ളാപ്പള്ളി പറഞ്ഞതിൽ തെറ്റും ശരിയുമുണ്ട്. അതിനകത്ത് ഒരു ഭാഗം എന്താണെന്നറിയാമോ? ഇതുവരെ CPIMൻ്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ഒരു മന്ത്രിസഭയോടും കേരളത്തിലെ മന്ത്രിസഭകളോടൊന്നും ജാതി സമുദായ നേതൃത്വങ്ങൾ ബാർഗെയിൻ ചെയ്യാനായിട്ട് ധൈര്യപ്പെട്ടിട്ടില്ല. കാരണം അതിന് വഴങ്ങുന്നവരല്ല.
LDF നേതൃത്വം CPM നേതൃത്വമുള്ള മുന്നണികൾ എന്നവർക്കറിയാം. പക്ഷേ UDF അങ്ങനെയല്ല, എന്താവശ്യപ്പെട്ടാലും കിട്ടും. പക്ഷേ ഇപ്പോൾ ഇതാദ്യമായി ഞങ്ങൾക്ക് എന്ത് തന്നു, ഞങ്ങൾക്ക് വല്ലതും തന്നോ, ഞങ്ങൾക്ക് നീതി കിട്ടിയോ എന്നൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് തരണം, ഞങ്ങൾ പിന്നെ മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നതിന് ഞങ്ങൾക്കെതിരല്ല, പക്ഷേ മുസ്ലിങ്ങൾക്ക് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഏതാണ് പുള്ളി പ്രകടനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ അത്തരത്തിൽ നേരിട്ട് LDF നേതൃത്വത്തോട് ബാർഗെയിൻ ചെയ്യാനായിട്ട്, ധൈര്യപ്പെടാനായിട്ട് വെള്ളാപ്പള്ളിയെ പോലെ ഞാൻ ഇടതുപക്ഷത്ത് നിൽക്കുന്നവനാണ് എന്ന് പരസ്യമായി അവകാശപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ ബാർഗെയിനിങ് നടത്തുന്നതെന്ന് ഓർക്കണം. ആ ഒരു പുതിയ പ്രവണത വന്നിരിക്കുന്നു. അതെ, താങ്കൾ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് താങ്കൾ ഉന്നയിച്ചത് ശ്രീ M. ജയചന്ദ്രൻ. കാരണം ഒരു ഇടവേള അനിവാര്യമായി, ഇടവേളയ്ക്ക് ശേഷം ഈ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. കാരണം ഇങ്ങനെ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ധൈര്യം എടുക്കുന്ന തരത്തിലേക്ക് സാമുദായിക സംഘടനകൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനാരാണ് അവസരം ഒരുക്കി കൊടുക്കുന്നത് എന്നുള്ള ചോദ്യം കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ശ്രീ M. ജയചന്ദ്രൻ ചൂണ്ടിക്കാട്ടിയ വളരെ പ്രസക്തമായ ഒരു വിഷയമാണ്. ചില സാമുദായിക നേതാക്കന്മാർ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം CPM അല്ലെങ്കിൽ LDF അധികാരത്തിലിരിക്കുന്ന സമയങ്ങളിൽ ഒരിക്കൽ പോലും കഴിഞ്ഞ 8 വർഷക്കാലമായി ഇത്തരത്തിലുള്ളൊരു ചോദ്യങ്ങൾ, ചില സമ്മർദ്ദങ്ങൾക്ക് അടിപ്പെടാൻ അവസരം ഒരുക്കി കൊടുക്കാത്ത ഒരു നിലപാട് CPM LDF സർക്കാരും എടുത്തിട്ടുമുണ്ട്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ, ഈ 2024 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കണ്ടത് വളരെ കൃത്യമായ ചില സാമുദായിക സംഘടനകളുടെ, ചില ജാതീയ സംഘടനകളുടെ, ചില മതരാഷ്ട്രവാദികളുടെ, സ്വത്വ രാഷ്ട്രീയക്കാരുടെ കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഫലം കൃത്യമായി കോൺഗ്രസിനും കൃത്യമായി BJPക്കും കിട്ടുകയും ചെയ്തു. ഇവിടെ ഇപ്പോഴും പക്ഷേ PM നിയാസിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ പിണറായിയെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏതുതരം രാഷ്ട്രീയമാണ് ശ്രീ PM നിയാസ്? നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ലേ? ഈ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള സാമൂഹ്യ ഒരു ഫാബ്രിക്കിനകത്ത് വരുന്ന പ്രശ്നങ്ങൾ താങ്കൾക്ക് ബോധ്യപ്പെടുന്നില്ലേ, താങ്കളുടെ രാഷ്ട്രീയ പാർട്ടിക്ക്? നോക്കൂ, ഞാൻ അങ്ങ് ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. അതിനു മുമ്പ് ജയചന്ദ്രൻ ഇവിടെ പറഞ്ഞു താരപ്രചാരകർ. നിങ്ങൾ മനസ്സിലാക്കി ആരാണ് താരപ്രചാരകരുടെ പേര് കൊടുക്കേണ്ടത്? അഖിലേന്ത്യാ പാർട്ടിയാണെങ്കിൽ അഖിലേന്ത്യാ നേതൃത്വമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രി, പോളിറ്റ് ബ്യൂറോയിലെ സീനിയർ മെമ്പർ, അദ്ദേഹം താരപ്രചാരകരല്ല എന്ന് നിങ്ങളുടെ CPM തീരുമാനിച്ചുവെങ്കിൽ ആ കേന്ദ്ര CPM അദ്ദേഹത്തെ ഏത് തരത്തിലുള്ള പ്രാധാന്യമാണ് കൊടുത്തതെന്നുള്ള ചോദ്യമാണ് എനിക്കുള്ളത്. രണ്ടാമത്തത്, പിന്നെ അങ്ങ് പറഞ്ഞു, അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, താരപ്രചാരകരാവുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ സൗകര്യം കിട്ടാൻ. അല്ലാതെയും പോകാമല്ലോ. താരപ്രചാരകൻ ആയിട്ടില്ല എങ്കിൽ അതിൻ്റെ കുറ്റം പാർട്ടിക്ക്, അല്ലെങ്കിലും അദ്ദേഹത്തിന് പോകാമല്ലോ. അദ്ദേഹം ഒരു സ്ഥലത്തും പോയില്ലല്ലോ. ഒരു കാര്യം അങ്ങനെ പറയല്ല, അങ്ങനെ അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. താരപ്രചാരകരല്ലെങ്കിൽ പോകാം. താരപ്രചാരകരാണെങ്കിൽ കണക്ക് ചെലവ് കാര്യങ്ങൾ സ്ഥാനാർത്ഥിക്ക് വരില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് താരപ്രചാരകരല്ലാത്ത എത്രയോ ആളുകൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. അത് പ്രത്യേക സാഹചര്യത്തിൽ അവരുടെ ഡേറ്റ് അവൈലബിൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഞാൻ അതിലേക്ക് കടക്കാം. രണ്ടാമത് അങ്ങ് ചോദിച്ചൊരു ചോദ്യം, ഞാനൊരു കാര്യം എനിക്ക് പറയാം. ഞങ്ങൾക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഞങ്ങൾ ഒരിക്കലും ശത്രുപക്ഷത്ത് നിർത്തിയിട്ടില്ല. ഇന്ത്യയിലെ CPMവുമായി നല്ല ബന്ധമുള്ള ഒരു ഇന്ത്യ മുന്നണി നിലനിൽക്കുകയാണ്. പക്ഷേ ഇന്ത്യ മുന്നണിയിലെ എല്ലാവരും രാഹുൽ ഗാന്ധിയെ നേതൃത്വത്തിലേക്കും അദ്ദേഹത്തിനെ നേതൃത്വം അംഗീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ കേരള മുഖ്യമന്ത്രിക്ക് രാഹുൽ ഗാന്ധിയുടെ DNA ടെസ്റ്റ് നടത്തണമെന്ന് പറഞ്ഞ ഒരു നേതാവിനെ, ഒരു MLAയെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അതിലെന്തോ മാറ്റമില്ലേ, അതിലെന്തോ സൂക്കേടില്ലേ എന്ന് ഞങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നു ഞങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് എതിരാണ്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ രാഷ്ട്രീയം BJPക്കെതിരെ ആരാണ് യുദ്ധം നയിക്കുന്നത്? സംശയമില്ലല്ലോ, പിണറായി വിജയനല്ലല്ലോ, ഇപ്പോൾ രാഹുൽ ഗാന്ധിയല്ലേ. ആ രാഹുൽ ഗാന്ധിയെ അദ്ദേഹത്തിൻ്റെ DNA കുറിച്ച് പോലും പറയുമ്പോൾ ന്യായീകരിക്കുന്ന CPMൻ്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹം തരം താന്നതിൽ ഞങ്ങൾക്ക് വേദനയുണ്ട്. അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ത്യയിൽ CPM നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യ മുന്നണി മാത്രമല്ല, കോൺഗ്രസ്സാണ്. അതുകൊണ്ടാണ് ഞങ്ങളുടെ ദീദിയുടെ, അതായത് മമതാ ദീദിയുടെ ആവശ്യമുണ്ടായിട്ട് പോലും ഞങ്ങളത് മാറ്റിവെച്ച് ബംഗാളിൽ ഞങ്ങൾ CPMനോട് കൂടെയാണ് CPMുമായി ഒന്നിച്ചാണ് ഞങ്ങൾ മത്സരിച്ചത്. എന്തുകൊണ്ടാണ്? CPM ഇന്ത്യയിൽ നിൽക്കണം. രാജസ്ഥാനിൽ ഞങ്ങളും CPM ഒന്നിച്ചാണ്, നമ്മുടെ CPMവും ഒന്നിച്ചാണ് ഞങ്ങൾ തമിഴ്നാട്ടിലുള്ളത്. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ ധാരണ വേണ്ട. ഞങ്ങൾ പറയുന്നത് ഇന്ത്യയിൽ CPM സിംഹവാലൻ കുരങ്ങിനെ പോലെ ആകരുത് എന്ന് കൂടുതൽ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് കേരളത്തിൽ മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ വീണ്ടും പറയാം, ഇപ്പം നിങ്ങൾ പറയുന്നുണ്ടല്ലോ പ്രയോഗം മറുപടി പറയേണ്ടത് PP ചിത്തരഞ്ജനാണെങ്കിലും ഈ കണക്കുകളൊക്കെ ഉണ്ടല്ലോ. ഈ കോൺഗ്രസ്, ഈ BJP എന്ന് പറയുന്ന പാർട്ടി എങ്ങനെയാണ് വളർന്നു വന്നതെന്നും കോൺഗ്രസിൽ എത്ര MLAമാർ BJPയിൽ എത്തിച്ചേർന്നതും ആ പാർട്ടിയുടെ വളർച്ച എങ്ങനെയായിരുന്നു എന്നൊക്കെ കഴിഞ്ഞ ദിവസം തോന്നുന്നു ഹരിയാനയിലെ 6 പ്രാവശ്യം MLA ആയിരുന്ന
ആൾ BJP അംഗത്വം സ്വീകരിച്ചു. അവിടുത്തെ വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്ന കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് ആയിരുന്ന അദ്ദേഹത്തിൻ്റെ മകളും ഈ BJP-യിലേക്ക് അംഗത്വം എടുക്കുകയും ചെയ്തു. അതവിടെ നിന്ന് കിട്ടും. ഏതായാലും എനിക്കൊന്ന് PP ചിത്തരഞ്ജന് മറുപടി പറയാൻ കഴിയും. ഇത്തരത്തിൽ ഈ നേരത്തെ തന്നെ ഇതിനകത്ത് ഈ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞതാണ് താങ്കൾ ആ DNA പരാമർശവുമായി ബന്ധപ്പെട്ട്. എങ്ങനെയാണ് രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ BJP-ക്കെതിരെ ഒരു വാക്ക് പറയാതിരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ എതിരാളിയായി പിണറായി വിജയനാക്കുകയും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും കണ്ടതാണ്. തെരഞ്ഞെടുപ്പിൽ അത് വിഷയമാവുകയും ചെയ്തതാണ്. ശ്രീ PP ചിത്തരഞ്ജൻ, താങ്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് PM നിയാസിൻ്റെ ചോദ്യങ്ങൾക്ക് ചില മറുപടികൾ നൽകാൻ കഴിയും. ഒരു കാര്യം ശ്രീ ജയേന്ദ്രൻ ഇവിടെ പറഞ്ഞിരുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിൽ തുടർച്ചയായി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ സാധാരണ തെരഞ്ഞെടുപ്പുകളിൽ VS-ഉം പ്രചരണത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്കായിരുന്നു. VS പ്രായാധിക്യമായി രോഗബാധിതനായി പിന്നെ കിടപ്പിലാണ്. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഒട്ടാകെ കേരളത്തിലെ 20 പാർലമെൻറ്റ് സീറ്റുകളിലും ആഴ്ചകളോളം നീണ്ടുനിന്ന പ്രചരണം നയിക്കുന്നതിന് നേതൃത്വം കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രായം കൂടെയുണ്ട്. അദ്ദേഹം തന്നെയാണ് ഈ പ്രവർത്തനങ്ങളിലെല്ലാം പങ്കെടുത്തത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതിയും പ്രായാധിക്യവും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു. ഇത്തവണ അദ്ദേഹം സാധാരണ എല്ലാ വർഷവും ചികിത്സയ്ക്ക് പോകുന്നതാണ്. ഇത്തവണ അദ്ദേഹം ചികിത്സയ്ക്ക് പോലും പോകാൻ തയ്യാറായില്ല. ഈ തെരഞ്ഞെടുപ്പെല്ലാം കൂടെ വന്നു. അതിനു മുമ്പുള്ള നവകേരള സദസ്സ് അടക്കമുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് അദ്ദേഹം പുറത്ത് മറ്റ് സ്റ്റേറ്റുകളിൽ പോകാൻ കഴിയുന്ന അവസ്ഥയല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സംസ്ഥാന നേതൃത്വം ആ നിലയിലേക്ക് അദ്ദേഹത്തിന് മറ്റ് സ്റ്റേറ്റുകളിൽ പോകുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹത്തിനെ മാറ്റിയല്ല, അദ്ദേഹത്തിന് ആ ഒരു ഒഴിവ് കൊടുക്കുകയും അദ്ദേഹം വിശ്രമിക്കാൻ കഴിയുന്ന നിലയിലേക്കുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തത്. ഈ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, കഴിഞ്ഞ ഒരു വർഷക്കാലമായി കേരളത്തിലെ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് നിരവധിയാകുന്ന ക്യാമ്പയിനുകൾ, പ്രവർത്തനങ്ങൾ ഇതിലെല്ലാം കേന്ദ്രീകരിച്ചിരുന്നതുകൊണ്ടാണ്. ഇവിടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ, അദ്ദേഹം DNA ടെസ്റ്റ് നടത്തണമെന്ന് പറയുകയും ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത്, ഈ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രത്യേകിച്ച് KPCC പ്രസിഡന്റ് അല്ലെങ്കിൽ പിന്നെ കോൺഗ്രസിൻ്റെ ചില നേതാക്കന്മാർ അവർ നടത്തുന്ന സ്ഥിരമായിട്ടുള്ള പല്ലവി എന്താ, ഈ കേരളത്തിലെ ഞങ്ങളുടെ മുഖ്യ ശത്രു ഇടതുപക്ഷമാണ്. ഇടതുപക്ഷമെന്ന് മാത്രമല്ല പിണറായി വിജയനാണ് എന്ന് മാത്രമല്ല രാഹുൽ ഗാന്ധിയെപ്പോലെ ഇന്ത്യ സഖ്യത്തിനെ നയിക്കുന്ന ഒരു നേതാവ് ഇവിടെ വന്നിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്താണ് അറസ്റ്റ് ചെയ്യാത്തത് എന്നൊരു ചോദ്യം ചോദിച്ചത് ഒരു രാഷ്ട്രീയ പക്വതയുള്ളൊരു ചോദ്യമാണോ? അദ്ദേഹത്തെ കൊണ്ട് ചോദിപ്പിച്ചതാണെന്ന് ഞങ്ങൾക്കറിയാം. അദ്ദേഹം ഒരിക്കലും ചോദിച്ചതല്ല. ഞാൻ ചോദിക്കട്ടെ, ചിദംബരത്തെയും മകനെയും കോൺഗ്രസിൻ്റെ നിരവധി നേതാക്കന്മാരെയും അതുപോലെ പ്രതിപക്ഷത്തെ നേതാക്കന്മാരെയും BJP-യുടെ ഗവൺമെൻറ് വേട്ടയാടുന്നു, അവരെ ജയിലിലടക്കുന്നു എന്ന വിഷയം ഉയർത്തിക്കൊണ്ട് ദേശവ്യാപകമായി നടക്കുന്ന ക്യാമ്പയിന് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇവിടെ ആ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഇവിടെ വന്നിട്ട് എന്താ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ആരാണ് ഉത്തരം കൊടുക്കേണ്ടത്? അത് ആരെ സന്തോഷിപ്പിക്കാനാണ്? അത് ആരെ ജയിപ്പിക്കാനാണ്? അത് BJP-ക്ക് കുറച്ച് സന്തോഷിക്കാൻ കഴിയുമെന്നുള്ളതല്ലാതെ ഇന്ത്യ സഖ്യത്തിനോ മതനിരപേക്ഷ മുന്നണിക്കോ എന്തെങ്കിലും ഗുണമുണ്ടാക്കാൻ കഴിയുന്നതാണോ? അപ്പോൾ അത്തരത്തിലേക്കുള്ള പക്വതയില്ലാത്ത അഭിപ്രായ പ്രകടനം നടത്തുവാൻ തയ്യാറായ ബഹുമാനപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിയെ ഞാൻ വീണ്ടും പറയുകയാണ്, അദ്ദേഹം പറഞ്ഞിട്ടുള്ളതല്ലത്. അദ്ദേഹത്തെ കൊണ്ട് കേരളത്തിലെ ചില നേതാക്കന്മാർ പറയിപ്പിച്ചതാണ് എന്ന കാര്യത്തിലൊരു സംശയമില്ല. എന്ന് മാത്രമല്ല, പിന്നീട് അദ്ദേഹം ആ വാക്ക് ഉന്നയിച്ചിട്ടുമില്ല. അദ്ദേഹം അത് കഴിഞ്ഞ് പോയിട്ട് പിന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ പോലെ യഥാർത്ഥത്തിൽ പിന്നെ ഒരു ദിവസം മാത്രമാണ് അദ്ദേഹം വയനാട്ടിലേക്ക് വന്നത്. കാരണം അത് ശരിയായില്ല എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ വിശ്വാസം തെറ്റാണെങ്കിൽ ഏതായാലും ഈ ചർച്ച തുടങ്ങിയപ്പോൾ ഉള്ള ഒരു വിഷയം ഇങ്ങനെ കേരളത്തിൽ ഈ വർഗ രാഷ്ട്രീയത്തിന് മുകളിലായി വർഗീയ രാഷ്ട്രീയവും സ്വത്വ രാഷ്ട്രീയവും ചുവടുറപ്പിക്കുമ്പോൾ അതിനെ കൃത്യമായി നിലപാടെടുക്കേണ്ടുള്ളത് ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കോൺഗ്രസ് കൂടി ബാധ്യസ്ഥരാണ്. പക്ഷേ അത് മനസ്സിലാകാതിരിക്കുകയും വ്യക്തിവിരോധത്തിൻ്റെയും വ്യക്തിവിദ്വേഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയം അതാണ് ശരിയായ രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിൻ്റെ ഈ നിലപാടാണ് ഇനിയും ചർച്ച ചെയ്യേണ്ടി വരിക. ഏതായാലും വളരെ നന്ദി ഇനി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇനി ഈ ന്യൂസ് ആൻഡ് വ്യൂസ് ഇവിടെ സമാപിക്കുകയാണ്.